പറയാതെ പോയി. പെയ്യുവാൻ വെമ്പുന്ന കാർമേഘമോ പ്രണയമാണെന്ന് പറയാതെ പോയി. പെയ്യുവാൻ വെമ്പുന്ന കാർമേഘമോ പെയ്തൊഴിഞ്ഞോരാ മഴമുകിലുകളോ പാറിപ്പറക്കുന്ന പറവകളോ. പെയ്തൊഴിഞ്ഞോരാ മഴമുകിലുകളോ പാറിപ്പറക്കുന്ന പറവകളോ പറയാതെ പോയി.
ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന. ചടങ്ങുകൾ തുടങ്ങാം. മുന്നോടിയായി ആദ്യമായി ജസ്റ്റിസ് കെ സുകുമാര സാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ശ്രീ എം കെ ഹരികുമാർ ക്ഷണിക്കുന്നു. അടുത്തതായി ശ്രീ ഇഞ്ചക്കാട് ബാലചന്ദ്രൻ is on the way. അടുത്തതായി പുസ്തക പരിചയം ശ്രീ മാത്യു സാറിന്റെ ക്ഷണിക്കുന്നു.
സ്വാഗതം ചെയ്യുന്നതിനായി ശ്രീ ബഷീർ അലി വല്ലപ്പുഴയെ ക്ഷണിക്കുന്നു. ആശംസ ശ്രീമതി വിനുപ്രേ ക്ഷണിക്കുന്നു. ശ്രീമതി ബഷീർ അലി വല്ലപ്പുഴയ്ക്ക് മൈക്ക് കൈമാറുന്നു. ആദ്യമായി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അതിഥി ജസ്റ്റിസ് കെ സുകുമാരൻ സാർ കോടതിയും കൊച്ചി ഹൈക്കോടതിയും വളരെയേറെ വർഷങ്ങളോളം ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ച നടത്തിയിട്ടുള്ള നിയമം വിഷയമാക്കി ഒട്ടേറെ പുസ്തകങ്ങളും ലേഖനങ്ങളും എഴുതിയിട്ടുള്ള എഴുത്തുകാരൻ നവനീത മാഗസിൻ ഉടമ ഇതിലെല്ലാം ഉപരിയായി ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓതേഴ്സ് എന്ന ഇന്ത്യൻ എഴുത്തുകാരുടെ കൂട്ടായ്മയുടെ കേരള നഗര പ്രസിഡന്റ്, ഇപ്പോൾ പലവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുന്ന മഹത് വ്യക്തിത്വം. നമുക്ക് സ്വാഗതം ചെയ്യാം ജസ്റ്റിസ് സുകുമാരൻ സാർ. ജേർണലിസ്റ്റും നോവലിസ്റ്റും ഗ്രന്ഥകർത്താവുമായ ശ്രീ എം കെ അരുണ 1995 സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുകയാണ്. അക്ഷരജാലകത്തിലൂടെയും ബ്ലോഗിലൂടെയും നവആധുനികം എന്ന സ്വന്തം തത്വചിന്ത പ്രചരിപ്പിച്ചു പ്രശസ്തി നേടിയ സാഹിത്യകാരൻ. അമീഷ ഉടമ. ഏറ്റവും പുതിയ ശ്രീ നാരായണ എന്ന പ്രശസ്ത ഗ്രന്ഥത്തിലൂടെ നാരായണ ഗുരുവിനെ പച്ചമനുഷ്യനായി അവതരിപ്പിച്ച വ്യക്തിത്വം. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ എം കെ അരുണ സാർ. ശ്രീകുമാരി രാമചന്ദ്രൻ. സംഗീതജ്ഞയും നോവലിസ്റ്റും കഥാകൃത്തുമായ ശ്രീകുമാരി രാമചന്ദ്രന്റെ 5 നോവലുകളും 10 കഥാസമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൊട്ടാരത്തെ ചങ്കുണ്ണിയുടെ ഐതിഹ്യമാണ് ആദ്യമായി സമ്പൂർണ്ണ ഇംഗ്ലീഷ് വിവർത്തനം നടത്തിയത് ശ്രീകുമാരി രാമചന്ദ്രനാണ്. ആകാശവാണിയിലും ദൂരദർശനിലും വർഷങ്ങളോളം സുഗമ സംഗീത പരിപാടി നടത്തിയത്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓതേഴ്സ് കേരള ഘടകത്തിന്റെ ആദ്യ പ്രസിഡന്റ് കൂടിയായിരുന്നു. മാത്രമല്ല സംഗീത നാടക അക്കാദമി മെമ്പർ കൂടിയായിരുന്നു. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കമ്മിറ്റി, മാതൃഭൂമി ഫിലിം ഫെയർ കമ്മിറ്റി എന്നിവരുടെ ജൂറി അംഗം കൂടിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീമതി ശ്രീകുമാരി രാമേന്ദ്രൻ. അടുത്തത് എൻ്റെ അടുത്ത സുഹൃത്തും ഇത്തരം കൂട്ടായ്മയിലെ സജീവ സാന്നിധ്യവുമായ ഉച്ചക്കാട് എന്ന കാലഘട്ടമാണ്. അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന തലമുറക്ക് ഇവിടെ മാസം സാധ്യമായ തലത്തിലെ കവിതയിലൂടെ ചരിത്രത്തിൽ അടയാളപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ഉച്ചക്കാട് രക്ഷിതമായ ഈ വേദിയിലേക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സാധാരണ പൗരാവകാശം നേടാൻ നിയമസഹായം ലഭിക്കാൻ അറിവുണ്ടാക്കും തരത്തിൽ സമൂഹത്തിന്റെ അത്യാവശ്യം പറഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ ചേർത്ത് പുസ്തകം മലയാളത്തിൽ ആദ്യമായി എഴുതിയ വ്യക്തി. അതുപോലെ തന്നെ കേരളത്തിൽ തുടങ്ങാൻ പറ്റുന്ന കുടിൽ വ്യവസായങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഒട്ടേറെ അറിവ് പകർന്ന പുസ്തകങ്ങൾ, അവയുടെ സാധ്യതകൾ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ഒട്ടേറെ പകർന്ന പുസ്തകം. കാർഷിക വ്യവസായങ്ങൾ തുടങ്ങേണ്ടതും അറിവിനായി സമീപിക്കേണ്ട വ്യക്തികളുടെ മേൽവിലാസങ്ങളും ഫോൺ നമ്പർ തുടങ്ങിയവ അടങ്ങിയ പുസ്തകം. ഇന്ത്യയിലെ ആദ്യ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയ രീതിയും കാലഘട്ടവും തുടങ്ങി സ്വാതന്ത്ര്യ സമര സേനാനികളായ അറിയപ്പെടാത്ത പല മഹത്വ ജീവിതം തുടങ്ങി ഒട്ടേറെ പുസ്തകങ്ങളുടെ പരമ്പര ഇപ്പോൾ തുടരുന്ന എഴുത്തുകാരായ പ്രസാധകർ. ഇത്തരം പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല വിധത്തിലുള്ള 15ഓളം പുസ്തകങ്ങൾ രചിച്ച രചയിതാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ അവധി മാധ്യമപ്രവർത്തകരെ. അധ്യാപിക, എഴുത്തുകാരി, ലോകങ്ങളിൽ ഓൺലൈൻ മാഗസിനുകളും അനുകാലിക സാഹിത്യ മാഗസിനുകളിലും സജീവ സാന്നിധ്യം. ഒരു ഗസൽ ശ്രീ ഉമ്പായി പാടുകയും സംഗീതാലയത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീമതി വിനു പ്രേം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി രാധാമീരയുടെ 3ാമത്തെ ബുക്കിന്റെ ഈ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ നിരവധി സുഹൃത്തുക്കളുണ്ട്, അതുപോലെ വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവരും പേരെടുത്ത് ഞാനിവിടെ പറയുന്നില്ല. ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ ആളുകളെയും ഈ ചടങ്ങിന് വേണ്ടി സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. രാധാമീരാജൻ ഭൂരികാനാമത്തിലെടുത്ത ശ്രീമതി ചന്ദ്രബിന്ദു, അധ്യാപിക, വിദ്യാർത്ഥി, ബ്ലോഗർ, ബ്ലോഗുകളിൽ മാനകാരിക,
സാഹിത്യ മാസികകളിലും ഓൺലൈൻ മാഗസിനുകളിലും സജീവ സാന്നിധ്യം. മൈത്രികാവ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ഉടമ, മൈത്രി തുളുകൾ കഥ പറയുമ്പോൾ എന്ന കഥാസമാഹാരവും, സ്വപ്നാക്ഷരങ്ങൾ എന്ന കവിതാസമാഹാരവും, സ്വപ്നഗീതികൾ എന്ന സംഗീത സീഡിയും നമ്മൾ പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ തന്റെ മൂന്നാമത്തെ പുസ്തകമായ ഇന്ദ്രിയങ്ങൾക്കപ്പുറം പുനർജനി കയറുന്നവർ എന്ന രണ്ടാം കഥാസമാഹാരം മുന്നിൽ പങ്കെടുത്തു. ഇന്നത്തെ ഈ ചടങ്ങിന്റെ കാരണമൂലിയായ ശ്രീമതി രാധാദേവിയെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ശ്രീമതി മിനുവിന്റെ പ്രവർത്തനം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ലളിതവും ശാന്തഗംഭീരവുമായ ഈ ചടങ്ങിലേക്ക് കേരളത്തിൻ്റെ മിക്ക ജില്ലകളിൽ നിന്നും ഇന്ന് കൂട്ടുകാർ വന്നെത്തിയിട്ടുണ്ട്. ആ സുമനസ്സുകളെ എല്ലാവരെയും, അതായത് പ്രവൃത്തി ദിനമായിട്ട് കൂടി നമ്മുടെ കൂട്ടായ്മയുടെ സജീവ സാന്നിധ്യമായ രാധാമീരയുടെ മൂന്നാമത് പുസ്തക പ്രകാശനത്തിന് എത്തിച്ചേർന്ന എല്ലാ സുമനസ്സുകളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, മയിൽപ്പീലിക്കാവ് എന്ന നമ്മുടെ വിഹാര കേന്ദ്രത്തിലെ ജീവാത്മാവും പരമാത്മാവുമായ രാധാമീരയുടെ പുസ്തക ചടങ്ങ് സാക്ഷ്യപ്പെടുത്തുവാനാണ് നാം എല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത്. ഏതൊരു എഴുത്തുകാരൻ്റെയും ജീവിതത്തിലെ ഏറ്റവും ആനന്ദദായകമായ ഒരു മുഹൂർത്തമാണ് തൻ്റെ രചനകൾ അച്ചടിമഷി പുരളുക, അതുവഴി വായിക്കപ്പെടുക എന്നുള്ളത്. എൻ്റെ നിറഞ്ഞ സ്നേഹമായ രാധാമീരയുടെ മൂന്നാമത് ബുക്ക് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നതിൽ ഞാനും നിങ്ങൾക്കൊപ്പം സന്തോഷിക്കുകയാണ്. പ്രിയമിത്രങ്ങളെ, ഈ പുസ്തകത്തെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. കാരണം ഇവിടെ എഴുതിയിരിക്കുന്ന എല്ലാവരും തന്നെ കവികളും കഥാകൃത്തുക്കളും ഒക്കെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പേരിലുള്ള പുതുമ പോലെ തന്നെ ആ ഇതിവൃത്തത്തിലും പുതുമ നമുക്ക് കണ്ടെത്താനാവും. രാധാമീര എന്ന സ്നേഹത്തിനുള്ളിൽ പെട്ടെന്ന് കിട്ടിയ ഒരു അധ്യക്ഷ സ്ഥാനമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ചെറുവാക്കുകളിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തതായി ഉദ്ഘാടന പ്രസംഗത്തിനായി ശ്രീ M.K. ഹനുമ സാറിനെ സ്വാഗതം ചെയ്യും. യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ എത്തിയിട്ടുള്ള ഇന്ത്യക്കാർ ഈ യോഗത്തിൻ്റെ പ്രധാന ചടങ്ങായ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ബഹുമാനം സാറിനും പുസ്തകം സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട സുകുമാരി തമ്മിലുള്ള ഇവിടെ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട മാധ്യമ സൗകര്യം യാതൊരുപരിയായി ഗ്രന്ഥകാരി രാധാമീര, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഹൃദയരായ വാസ്തവത്തിൽ ഒരു പുസ്തകത്തിന് ഇതുപോലെ ഒരു പ്രമുക്തി ലഭിക്കുന്നത് ഒരു സാഹിത്യകാരൻ അല്ലെങ്കിൽ സാഹിത്യകാരിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലർക്ക് പുസ്തകം തന്നെ പ്രസാദം ചെയ്യുമ്പോൾ ഇതുപോലെ ആകർഷകമായ ഒരു പ്രവൃത്തി സംഘടിപ്പിക്കാൻ തന്നെ പ്രയാസമാണ്. ആ നിലയ്ക്ക് രാധാമീരയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്, അവരെ അനുമോദിക്കുകയും ചെയ്യുകയാണ്. കാരണം നമ്മുടെ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കല്യാണം പോലും അതുപോലെയുള്ള കാര്യങ്ങൾ പോലും ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. അവരുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. അതിന് അതിൻ്റേതായ ടെൻഷനുണ്ട്. ഞാനിപ്പോൾ പല പുസ്തകങ്ങൾ, എൻ്റെ ചില പുസ്തകങ്ങൾ പ്രകാശനം ചെയ്ത സന്ദർഭത്തിൽ എനിക്ക് അനുഭവപ്പെട്ടത് നമ്മുടെ ആദ്യത്തെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മളുടെ ഏതൊരു പുസ്തകവും പിന്നീട് വരുന്ന പുസ്തകങ്ങൾ പ്രകാശനം നടത്തുമ്പോൾ നമുക്ക് ഈ അതിഥികളെ എല്ലാം കൊണ്ടുവരാനും ഈ പ്രധാനപ്പെട്ട വ്യക്തികളെ ഇവിടെ സ്വീകരിക്കുന്നതിനും ആളുകളെല്ലാം വിളിച്ചുകൊണ്ട് വരുന്നതിനും ശരിക്കും ഒരു വലിയ ചടങ്ങ് നടക്കുക. ആ സന്ദർഭത്തിൽ ഈ യോഗത്തിൽ ഇതിന് ഔപചാരികമായ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ച ഈ പ്രിയപ്പെട്ട രാധാമീരയും അവരുടെ സുഹൃത്തുക്കളോടും
വളരെ നന്ദി രേഖപ്പെടുത്തുകയാണ്. എനിക്ക് രാധാമീതയുമായി വളരെ അടുത്ത പരിചയമൊന്നുമില്ല. ഏതാനും നാളുകൾക്ക് മുമ്പ് ഇതുപോലൊരു ഫേസ്ബുക്കുകാരുടെ സമ്മേളനത്തിൽ യജമാനന്റെ ഒരു യോഗത്തിൽ ഞാനിവിടെ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ രാധാമീതയെ കണ്ടത്. അത് ചടങ്ങ് സംഘടിപ്പിച്ചത് യജമാനിലുള്ള ഒരു ഫേസ്ബുക്കറായിരുന്നു. അതിനുശേഷം ഉദാഹരണത്തിനടുത്ത് എൻ്റെ പുസ്തകത്തിൻ്റെ എല്ലാം പതിപ്പിച്ചതിന് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഔപചാരികമായിട്ട് അവർ ക്ഷണിക്കുകയും അവർ വാങ്ങുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ബന്ധം കൊണ്ട് എന്നെ ഈ ചടങ്ങിൽ വിളിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ജസ്റ്റിസിൻ്റെ പ്രസംഗം മൊത്തത്തിൽ ജസ്റ്റിസ് പ്രസംഗിച്ച് കഴിഞ്ഞ് പ്രസംഗിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ സംഘാടകർ അധ്യക്ഷൻ എത്തിച്ചേർന്നിട്ടില്ല. അപ്പോൾ അധ്യക്ഷൻ്റെ പ്രസംഗം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉദ്ഘാടനം നടത്തുകയാണ്. ആയിക്കോട്ടെ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു പുസ്തകം നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോഴും ജനീയ നിരാശയോട് പറയുമ്പോൾ ഒരു പുസ്തകത്തിന് പ്രോത്സാഹനം തരുന്നതായ യാതൊരു അന്തരീക്ഷവും നമ്മളുടെ പത്രമാസികകളിലൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ പുസ്തക പ്രധാനം ചടങ്ങ് നടത്താൻ ഇത്തരം ആളുകളുടെ വന്നിട്ടുണ്ട്. ഒരു വലിയ വാർത്ത അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിലുള്ള ഒരു വാർത്തയെങ്കിലും നാളെ പത്രങ്ങളിൽ വരേണ്ടതാണ്. നിർഭാഗ്യമെന്ന് പറയുന്നത് നമ്മളുടെ പോർട്ട്ഫോളിയോ അനുസരിച്ച് ഇത്തരം ചടങ്ങുകൾക്ക് വാർത്ത കൊടുക്കാനുള്ള സംവിധാനം ഇല്ലാത്ത പത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പല എഴുത്തുകാരും ഇവിടെ എറണാകുളത്ത് നിന്ന് കോഴിക്കോട് നിന്ന് എം.ടി. വാസുദേവൻ വന്ന് എറണാകുളത്ത് നിന്ന് പുസ്തകം പ്രകാശനം ചെയ്തിട്ട് പിറ്റേ ദിവസം പത്രത്തിൽ വിറ്റ് പോലും കഴിഞ്ഞു. അപ്പം അത് എനിക്ക് വളരെ സ്വാതന്ത്ര്യത്തിന് ശേഷം വന്ന ഒരു വലിയ പ്രവണതയും നന്ദികളുമാണ് പറയുന്നത്. മാധ്യമങ്ങൾ അതിൻ്റെ യഥാർത്ഥമായ മൂല്യങ്ങളിൽ നിന്ന് അകന്നു പോവുകയും അതിനെ അപ്രിയമായ കാര്യങ്ങളെ കൂടുതലായി ഫോക്കസ് ചെയ്യുകയും യഥാർത്ഥത്തിലുള്ള മൂല്യാന്വേഷണത്തിൻ്റെ പാതയിലുള്ള അന്വേഷണത്തെ അല്ലെങ്കിൽ മൂല്യാന്വേഷണത്തിൽ മുന്നോട്ട് പോകുന്നവരെ തമസ്കരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ അടങ്ങുന്ന ആളെങ്ങനെ വരുന്നത് എനിക്ക് ഒരു സംശയമില്ല. ഇത്രയും ചാനലുകളെല്ലാം 20ഓളം ചാനൽ മലയാളം സംസാരിക്കുന്ന സന്തോഷമുണ്ട്. മലയാള ഭാഷ നയിക്കുന്നു ഒട്ടും വിചാരിക്കേണ്ട കാര്യമില്ല. ഈ ചാനലുകളെല്ലാം മലയാളം പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ ഈ മലയാളം പറയുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഗുണമുണ്ട്. ഈ പുസ്തകത്തിൽ ഒരു പുസ്തകങ്ങൾ വരുന്ന പുസ്തകത്തിൽ ഒരു പുസ്തകത്തിൻ്റെ കവചിത്രം പോലും ഒരു ചാനലുകളിൽ കാണാൻ പറ്റില്ല. അതുപോലെ എഴുതാനുള്ള ആളുകളുടെ പ്രചോദനത്തെ നശിപ്പിച്ച് കളയുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ്. ആ സമയത്ത് നമുക്ക് മറ്റേതെങ്കിലും മേഖലകൾ മറ്റ് ദൃശ്യ ശ്രാവ്യ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ചെറിയ മുതൽ കൊടുക്കുന്നത് വലിയ പ്രശസ്തികളാണ്, വലിയ അംഗീകാരമാണ് സാധിക്കുക. ഒരു പുസ്തകം എഴുതുന്നതിന് വേണ്ടി 5-6 വർഷം കഷ്ടപ്പെട്ട് വലിയ പുസ്തകങ്ങൾ എഴുതിയാൽ അവരെ അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന സാധിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 7 വർഷത്തിനാണ് വലിയ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ അർത്ഥശൂന്യതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇത്രയും നമ്മുടെ മൂല്യങ്ങൾ കുട്ടികളുടെ പഠിക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു പുസ്തകം ആ പുസ്തകത്തിൽ ഇതുപോലെ ചടങ്ങ് നടത്തുന്ന പ്രധാനപ്പെട്ട സമൂഹത്തിലെ വ്യക്തികളോടൊപ്പം രക്ഷിച്ച് ഇരിക്കുന്നതോട് സാഹിത്യകാരിയിരിക്കുന്നു. ആ ചടങ്ങ് നടക്കുമ്പോൾ കുട്ടികളുടെ പ്രചോദനം നാളെ അവർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ എഴുതാനും സമൂഹത്തിന് ഒരു പുതിയ ഈടുവയ്പ് കൊടുക്കാൻ സാധിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്താനുള്ള പ്രചോദനം കിട്ടുന്നത് ഇത് മാധ്യമങ്ങളിൽ തന്നെയാണ്. അപ്പോൾ മാധ്യമങ്ങളിപ്പോൾ തന്നെ വീടില്ലാത്തവരുടെ വാർത്തകൾ ധാരാളമായി മാധ്യമങ്ങൾ കൊടുക്കും. അതുകൊണ്ടാണ് ഒരു പെൺകുട്ടി വീടില്ലാത്തതിൻ്റെ കാരണം കൊണ്ടുകൂടി കൊല ചെയ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ ഒളിപാടും കാര്യങ്ങൾ ഇപ്പം മാധ്യമങ്ങളിൽ വീടില്ലാത്തവർ ഇതൊക്കെ മൂടി വച്ചിരിക്കുകയാണ്. ഭവനങ്ങളില്ലാത്തവരും കഷ്ടപ്പാടിലൂടെ കഴിക്കുന്നവരും ആയ സമൂഹത്തിൽ ധാരാളം ആളുകളുണ്ട്. അവരുടെ വേദനകൾ വാർദ്ധക്യ കാലം വളരെ അനാഥമായി കയറിയിരിക്കുന്ന ഇതിലൊന്നുമില്ല. ആ സന്ദർഭത്തിൽ അതെല്ലാം മാധ്യമങ്ങൾ മൂടി വെച്ച ശേഷം അതിനെക്കുറിച്ച് ഒരു വിജയം ചെയ്യുക, അത് അനാവശ്യ കാര്യങ്ങളെല്ലാം ഇഷ്യൂ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സെലിബ്രിറ്റികളായ മാധ്യമത്തിൽ ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് 14 സെക്കൻഡ് നേരെ ഒരു പെൺകുട്ടികളെ നോക്കി അവരെ കേൾക്കുന്നത്. ഇത്ര അസംബന്ധങ്ങൾ പറയുകയും ആ അസംബന്ധങ്ങളെല്ലാം വാർത്തകളാക്കി വലുതാക്കി സെലിബ്രിറ്റികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ ജന്മദിനത്തെ ഒരു ജയന്തിയാക്കി മാറ്റി സകല ഓഫീസുകളാണ്. അപ്പൊ ഈ പദ്ധതി ഉദ്യോഗസ്ഥന്മാരെ ഒരു സെലിബ്രിറ്റി ആകാൻ സാധ്യതയില്ല, അങ്ങനെയാവാൻ പാടില്ല. ആ ഉദ്യോഗസ്ഥന്മാരുടെ പ്രധാന ഉദ്യോഗസ്ഥന്മാരുടെ ഓഫീസുകളിൽ അവരുടെ സബോർഡിനേറ്റ്സും ആ സബോർഡിനേറ്റുകളുടെ
ജോലിയെ അവമതിക്കുന്ന തരത്തിലുള്ള ആ സബോർഡിനേറ്റുകൾ കൂടിച്ചേർന്ന് അപ്പം മാധ്യമങ്ങളെ ആക്രമിക്കണമെന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഈ ഘടകങ്ങളെല്ലാം കൂടെ പ്രധാന വർക്ക് ചെയ്യുമ്പോഴാണ് ജനാധിപത്യം ഉണ്ടാകുന്നത്. മാധ്യമ പ്രവർത്തകർ ഭാഷന്മാരില്ല ഞാൻ പത്രപ്രവർത്തനം നടത്തിയ മുഖ്യധാര പത്രപ്രവർത്തനം നടത്തിയ ആളാവുകയും പറയും പ്രകടിച്ചുണ്ട്. പ്രധാനമന്ത്രിയുടെ വസ്ത്രമേളത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി യോഗങ്ങളിൽ പോയി സാധാരണ ഏത് പ്രസിഡന്റ് വസ്ത്രമേള നടത്തുമ്പോൾ നമുക്ക് പങ്കെടുക്കാം. ഇന്ത്യൻ പ്രസിഡന്റ് കൊച്ചിയിൽ വന്ന് വസ്ത്രം നടത്തിയ ആ വസ്ത്രമേളയിൽ പങ്കെടുത്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. പ്രത്യേകമായ അവകാശങ്ങളും മാധ്യമങ്ങളും ആ മാധ്യമത്തിൽ പോലീസുകാർ അഭിഭാഷകന്മാരെ കൈകാര്യം അതൊരു സൂചനയാണ് സമൂഹത്തിന്. എന്ന് വെച്ചാൽ നാളെ ഏത് സാധാരണക്കാരുടെ കാര്യത്തിന് വേണ്ടി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവരെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് സന്ദേശം കൊടുക്കുക. വളരെ വളരെ അപകടമാണ്. മാധ്യമങ്ങൾക്ക് ഒരു ഉദ്യോഗസ്ഥനെ ഭയക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു മാധ്യമത്തിനും ഒരു മാധ്യമപ്രവർത്തകനും ഒരു ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ മന്ത്രിയോ ഒരു സാഹചര്യത്തിൽ നമ്മൾ അറിയാറില്ല. കാരണം അത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങൾ ഭരണഘടനാപരമായി ലഭ്യമായിട്ടുള്ളൂ. വലിയ മുഖ്യമന്ത്രി പ്രസംഗം നൽകുമ്പോൾ നമുക്ക് അപ്രിയമായ ചോദ്യങ്ങൾ ചോദിക്കും. ആ അപ്രിയമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന നിയമപരമായി നമുക്ക് യാതൊരു തടസ്സമില്ല. സിനിമാ താരം ഞാൻ സിനിമാ താരത്തിൻ്റെ രാവിലെ കോളത്തിൽ എഴുതി കഴിഞ്ഞപ്പോൾ എന്നോട് ചോദ്യം ചോദിച്ചു. പ്രശസ്തനായ സിനിമാ താരത്തിന് സൂചിപ്പിക്കില്ല. ഞാൻ പറയും എനിക്ക് സിനിമാ താരത്തെ പഠിക്കേണ്ട കാര്യമില്ല. കാരണം എഴുത്തുകാരെന്ന നിലയിൽ ഈ സമൂഹത്തിൻ്റെ ആകെയുള്ള നന്മയും ആകെയുള്ള വീക്ഷണമുള്ളതാണ്. സമൂഹത്തിലെ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനെ പുറത്തേക്ക് വലിച്ചിട്ട് കൊണ്ടുവരാവുന്നതാണ്. എല്ലാ കാലഘട്ടത്തിലും എഴുതാനുള്ളതാണ്. നമ്മുടെ മഹാശിവദേവിയുടെ പറയുന്ന അവരുടെ സംഭാവനയെ കുറിച്ച് കേരളത്തിലുള്ള പൂർണ്ണമായ മനസ്സിലാക്കാൻ അറിയാം. ഇവിടെ ഈ പട്ടികയിൽ വരാത്ത സമുദായങ്ങൾ ഉത്തരേന്ത്യയിൽ മഹാരാഷ്ട്രയിലെ രാജസ്ഥാനിലെ ഗുജറാത്തിലൊക്കെ പട്ടികയിൽ വരാത്ത സമുദായങ്ങൾ ആ സമുദായത്തെ ബ്രിട്ടീഷ് സർക്കാർ കുറ്റവാളികളായി അവർ സമുദായത്തിൽ പ്രവർത്തനങ്ങളെല്ലാം കുറ്റവാളികളാണ്. ആ കുറ്റവാളികളായ സമൂഹത്തെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യ ഗവൺമെന്റ് പ്രത്യേകമായ ഒരു ആനുകൂല്യം കൊടുത്തില്ല. ഇന്ത്യ ഗവൺമെന്റ് അവരെ ക്രിമിനൽ സംസ്കാരം ക്രിമിനൽ എന്ന് വിളിക്കുന്ന ആ രീതിയിൽ നിന്നൊന്ന് മാറ്റം വരുന്നതേയുള്ളൂ. അവർ കൂടുതൽ അംഗീകരിച്ചില്ല. അങ്ങനെ ഒരു പട്ടികയിലും പെടാത്ത ദളിതരല്ല, ആദിവാസികളല്ല, ഇന്ത്യ മുഴുവൻ അലഞ്ഞെടുക്കുന്ന സമൂഹം. ആ സമൂഹത്തിന്റെ സംരക്ഷണമാണ് മഹാശിവദേവി പ്രജാതന്ത്രമായി പ്രവർത്തിച്ചത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അവർ കമ്മിറ്റി ഉണ്ടാക്കി അതിനോട് ചേർന്ന് നിൽക്കുന്ന എഴുത്തുകാരെ സംഘടിപ്പിച്ചു. അവർക്ക് വേണ്ടി അവരുടെ ഒരുപാട് പത്രങ്ങൾ എഴുതി. അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് യാതൊരു തടസ്സമില്ലാതെ വയസ്സുകാലത്ത് കാര്യങ്ങൾ. അപ്പോൾ സാഹിത്യകാരന്റെ വലിയ ലോകം അവിടെ ഉണ്ടാവുകയാണ്. വലിയ ലോകമുണ്ട്. ഒരു പുതിയ സൗന്ദര്യം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ കുഷ്ഠരോഗികളുണ്ടായിരുന്ന അസുഖരോഗികളുടെ സന്ദർഭത്തിൽ ഗോകുൽവാസത്തിലേക്ക് മുമ്പിൽ കുഷ്ഠരോഗികൾ കേരളത്തിലുണ്ടായിരുന്നു. ആ കുഷ്ഠരോഗികളുണ്ടായിരുന്നപ്പോൾ ആളുകൾ കുഷ്ഠം വന്ന് അവിടെ ആളുകൾ അകന്നു പോവുകയാണ്. അടുത്തില്ല തൊട്ടുകഴിഞ്ഞാൽ ആ പകരുമെന്നുള്ള ഭയങ്കര ആളുകൾ അകന്നു പോകുന്ന സന്ദർഭത്തിൽ ആ ഇതിനെ ഈ കഥാപാത്രങ്ങൾ ഇതിനെ കുഷ്ഠരോഗികളായ മനുഷ്യരെ കഥാപാത്രങ്ങളാക്കിയിട്ടുണ്ട് നാടകം. ആ നാടകം വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തിന് ഒരു ഉണർവ്, ഭൗതികമായ ഒരു സാംസ്കാരികമായ ഉണർവ് കൊടുക്കാൻ സാധിക്കും. പത്രക്കാരൊന്നും എഴുതില്ല, അല്ലെങ്കിൽ അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊന്നല്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയമാക്കുന്നത്. ഈ മനുഷ്യന് എഴുതിയ നാടകം ഒരു പുതിയ കേരളത്തിലത് പല സ്റ്റേറ്റുകളിൽ പങ്കെടുപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുഷ്ഠരോഗികളോടുള്ള സമീപനത്തിൻ്റെ ആവശ്യമാണ്. കുഷ്ഠരോഗികളെ പരിപാലിക്കുന്നതിനായി ഒരു സാഹചര്യം ഉണ്ടെന്ന ഒരു ധാരണ ആളുകൾക്ക് ആ സമൂഹത്തിൽ മാറ്റപ്പെടുന്നത്. ഇപ്പൊ തന്നെ മൂന്നാം ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ധാരാളമായി പുസ്തകങ്ങൾ ധാരാളമായി ബന്ധപ്പെടുന്ന ഘട്ടമാണ്. അവരുടെ ചിന്തകളിൽ മാറ്റം പുതിയ ഇങ്ങനെ പുസ്തകങ്ങളുടെ ഈ കഥകളുടെയുമാണ് ഒരു സമൂഹം കണ്ടുപോകാൻ കഴിയുന്നത്. അല്ലാതെ നമ്മളൊരു പോലീസുകാരെ കൊണ്ടുവന്ന് ഒരു രാത്രി കാണിച്ചു കഴിഞ്ഞിട്ട് ഒരു ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന അറിവിനെ അല്ലെങ്കിൽ ആ അവബോധത്തെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് നവോത്ഥാനം എന്ന് പറയുന്നതാണ്. നവോത്ഥാനം ഈ കുമാരനാശാനൊക്കെ എഴുതിയ ഈ പാവപ്പെട്ട ദളിതർക്ക് വെള്ളം കൊടുക്കുന്നത് വലിയ കൊടുക്കാൻ പാടില്ല, കഴിക്കാൻ വേണ്ടിയ വെള്ളം കൊടുക്കുന്നവനെ സമൂഹം ഭക്ഷണിപ്പിക്കും, വാങ്ങാൻ പാടില്ല. അപ്പൊ ഇതിനകത്ത് മാറി
ഇത് സ്കൂളിൽ പഠിക്കുന്ന 4 പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്തിരിക്കുന്നത് ഏത് ജാതിയിൽപ്പെട്ട ആളാണെന്നുള്ളത് വലിയ പ്രശ്നമില്ല. അന്ന് അങ്ങനെയായിരുന്നു. അപ്പം നവോത്ഥാന മൂല്യങ്ങളോടൊപ്പം നമ്മളുടെ സ്വാതന്ത്ര്യാനന്തരമുള്ള പരിവർത്തനങ്ങളെ കുറിച്ച് കാണേണ്ടതായിരുന്നു. ഇപ്പോൾ ട്രെയിൻ വലിയൊരു ഘടകമാണ്. ഇന്ത്യ ഒട്ടുക്ക് സഞ്ചരിച്ച് കൊണ്ടിരിക്കുന്ന ട്രെയിനുകളിൽ കയറിയിരിക്കുമ്പോൾ ആ ട്രെയിൻ വന്നതോടുകൂടി ട്രെയിനിൽ യാത്ര ചെയ്യുന്നതോടുകൂടി ആളുകളുടെ മനസ്സിൽ വലിയ മാറ്റം. തൊട്ടടുത്ത് യാത്ര ചെയ്യുന്ന ആളെ എന്ത് ജാതിപ്പെട്ട ആളാണെന്ന് അതിനകത്തിരിക്കുന്ന ജാതി സ്കൂൾ പഠിത്തത്തിലാണെങ്കിൽ ജാതി അതിൽ നിന്നുള്ള ജാതി നോക്കിയിട്ടാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് ഒരു തരത്തിലും ജാതി പ്രഭാവം. സിനിമാ തിയേറ്ററുകൾ നമ്മുടെ ജാതിയെ സംസ്കരിക്കുകയാണ്. സിനിമാ തിയേറ്റർ ഫേമസ് സിനിമ ഇന്ത്യയിലെ സിനിമ വരുമ്പോൾ നമ്മൾ സിനിമ കാണുന്ന ഉത്സാഹത്തോടെയിരിക്കും. അവിടെ ജാതിയുടെ ജാതി അവിടെ വിലപ്പോകും തിയേറ്ററിൽ. ഇങ്ങനെ പുതിയ സംസ്കാരത്തിന്റെ ഫലമായിട്ട് ഈ നവോത്ഥാനത്തിന്റെ മൂല്യങ്ങളെ പുതിയ സാംസ്കാരിക രൂപങ്ങൾ അത് വന്ന അറിവുകളാണ് ഇത് മാറ്റി. അപ്പൊ തിയേറ്റർ എന്ന് പറയുന്നത് പുതിയ സാംസ്കാരിക അവബോധം. സിനിമ ഒരു സാംസ്കാരിക രൂപമാണ്. ഈ പറയുന്ന സാങ്കേതിക വിദ്യകളെല്ലാം ഇപ്പോൾ പുതിയ സാങ്കേതിക മൊബൈൽ ഫോണുകളും ഈ ടെക്നോളജിക്കലായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമൂഹികമായ നമ്മുടെ ഇടുങ്ങിയ മനസ്സുകളെ അത് തകർക്കുകയാണ്. ഒരു പണിശാല ചെയ്യുന്ന എല്ലാവരും 100 പേർ പണിയെടുക്കുന്ന ഒരു ഫാക്ടറി ചെയ്യുന്ന എല്ലാവരും യൂണിഫോം ഇട്ട് നിൽക്കുകയാണ്. ഫാക്ടറി തൊഴിലാളികൾക്ക് പ്രത്യേക വേഷം കൊണ്ടിരിക്കും, ജാതികൾ പിടിക്കാൻ പറ്റില്ല. അതിന്റെ അർത്ഥം ഈ സാമൂഹിക പരിവർത്തനത്തിന്റെ പാതയിൽ ഇത്തരം കാര്യങ്ങൾക്ക് വലിയ സംഭാവനകൾ ചെയ്യാറുണ്ട്. ഇന്ന പത്രപ്രവർത്തനം നമ്മുടെ സ്വാതന്ത്ര്യാനന്തര പത്രപ്രവർത്തനത്തിന്റെ സാഹിത്യത്തിന്റെ ഒക്കെ മൂല്യം പറയുന്നത് സാഹിത്യം ഈ യാഥാർത്ഥ്യമായ ഈ കഴിഞ്ഞ 100-200 വർഷം മുമ്പുള്ള നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ കാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള നല്ല സാഹിത്യം. അതിനൊരു പുതിയ മാർഗമാണ് ഈ മനുഷ്യരുടെ കണ്ടുപിടുത്തം. അപ്പം ഞാനിവിടെ വലിയ പ്രഭാഷണത്തിനൊന്നും ഇവിടെ സമയമില്ലാത്തതുകൊണ്ടൊന്നും ഞാൻ കിടക്കുന്നില്ല. ജസ്റ്റിസ് വളരെ തിരക്കില്ല ഒരു ഷെഡ്യൂളാണ്. ഒരു കാര്യം പറയാൻ ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ ഒരു മാസിക ഇവിടെ കൊച്ചിയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ പേര് നവനീതമാണ്. നവനീതം അതിൻ്റെ ഒരു ചുമതല എനിക്കും കൂടെ അതിൽ നൽകിയിരിക്കുകയാണ്. ആ മാഗസിനിൽ ഞങ്ങൾ പുതിയ സാഹിത്യകാരന്മാരുടെയും സാഹിത്യകാരന്റെയും രചനകളെല്ലാം വളരെ പ്രശസ്തരായ എഴുത്തുകാരോടൊപ്പം ചേർത്തുകൊണ്ട് വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അപ്പോൾ അതിലെല്ലാവരും പ്രത്യേകിച്ച് എഴുത്തുകാർ വായനക്കാർ അതിനോട് ശ്രദ്ധിക്കണമെന്നും കൂടെ അഭ്യർത്ഥിക്കുന്നു. രാധാമേനിയുടെ പുസ്തകത്തിനെല്ലാം ആശംസിക്കുന്നു. പ്രകാശനത്തിന് വേണ്ടി ജസ്റ്റിസ് ഉമർ സാറെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷനെ അഭിസംബോധന ചെയ്യാൻ നിവൃത്തിയില്ല. ഈ ചടങ്ങിൽ അധ്യക്ഷനില്ല. പക്ഷേ അധ്യക്ഷനേക്കാൾ വലിയൊരു അധ്യക്ഷൻ ഇവിടെയുണ്ട്. ഹരികുമാർ അദ്ദേഹമാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടനം ചെയ്യുക സാധാരണ ചെറിയ ഒരു പ്രസംഗത്തോടു കൂടിയാണ്. പണ്ഡിതോചിതമായ ഒരു പ്രസംഗം സമകാലീന പ്രശ്നങ്ങളെ തലോടിക്കൊണ്ടുള്ള ശക്തമായ തലോടുകൾ അതിലുണ്ടായി ഉള്ള ഒരു പ്രസംഗം അദ്ദേഹം കാഴ്ചവെച്ചു. ഈ പ്രസംഗം കാഴ്ചവെക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ മറ്റു പലരും ഉപയോഗിച്ചതുകൊണ്ട് ആ പ്രയോഗം ഞാൻ
ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ശ്രീകുമാരി രാമേന്ദ്രനോട് പ്രത്യേകം നന്ദി. പുസ്തകം സ്വീകരിക്കുന്നത് വഴി എനിക്ക് ഒരു വലിയ ബഹുമതി ആ മഹതി ചെയ്തു എന്നുള്ളതാണ് കാരണം. പുസ്തകം സ്വീകരിക്കുന്ന ചിത്രം വരുമ്പോൾ കർത്തവാവും പൂർണ്ണചന്ദ്രനും ഒക്കെ ഉള്ള ഒരു ചിത്രം അതിൻ്റെതായ ഒരു മനോഹാരിതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കറുപ്പ് അത് വലിയ മോശമൊന്നുമല്ല. നെൽസൺ മണ്ടേലയുടെ ഒരു പുസ്തകം വായിച്ചപ്പോൾ അധികം പുസ്തകത്തെ പറ്റി അധികം പറയാൻ എനിക്ക് പേടിയാണ്. അവധിയിലെ ചക്രവർത്തിയുടെ പിറകിലിരിപ്പുണ്ട്. അദ്ദേഹത്തിന് അറിയാത്ത പരിചയമില്ലാത്ത പുസ്തകങ്ങളില്ല. ഏതായാലും നെൽസൺ മണ്ടേലയുടെ ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന പുസ്തകത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഈ കറുത്ത വർഗ്ഗക്കാരെ പറ്റി അവർക്ക് തന്നെ അവമതി ഉണ്ടായിരുന്നതാണ് അവരുടെ നിതാന്തമായ അസ്വാതന്ത്ര്യത്തിൻ്റെ കാരണം. ഹെയ്ലി സലാസി മുതലായിട്ടുള്ള ആൾക്കാരാണ് അതിലൊരു മാറ്റം കുറിച്ചത്. ഹെയ്ലി സലാസി എത്യോപ്യൻ രാജ്യ ചക്രവർത്തി ഒരിക്കൽ പറഞ്ഞു, ഞാൻ എൻ്റെ കറുത്ത നിറത്തിൽ അഭിമാനം കൊള്ളും. ആഫ്രിക്കയിലെ കറുത്ത മണ്ണ് പോലെ തന്നെ വളരെയേറെ സൗഭാഗ്യങ്ങൾ വിളയിക്കുന്ന ഒന്നാണ് കറുത്ത വർഗ്ഗക്കാർ എന്ന്. ക്ലിയോപാട്ര എല്ലാവരും വിചാരിക്കും നിങ്ങളുടെ നല്ല വെളുത്ത സുന്ദരിയാണ്. നല്ല എന്ന നിറമാണ്. അപ്പോൾ പിന്നെ ഏതാണ്ട് മനസ്സിലായി ആ കറുപ്പിലും സൗന്ദര്യം കാണാൻ സാധിച്ചു എന്നുള്ളതാണ് പിൽക്കാലത്തെ ആഫ്രിക്കൻ ജനതയുടെ വിമോചനത്തിന് കാരണമായ ഘടകങ്ങളിൽ ഒന്ന്. എന്നെ കറുത്തതല്ലെന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ലോകത്ത് വെളുത്തതാണെന്നും കൂടി പറഞ്ഞു, അതെൻ്റെ അമ്മയാണ്. ജനിച്ചപ്പോൾ നല്ല വെളുത്തതായിരുന്നു. പിന്നെ കാറിൻ്റെ പുകയൊക്കെ കൊണ്ട് അവൻ ഇത്തിരി ഒരു മങ്ങിപ്പോയി എന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു പ്രശംസാർഹമായ പെരുമാറ്റം എനിക്ക് ലഭിച്ചത് അമേരിക്കയിൽ 1979 ഒരു കേസിന് വേണ്ടി എക്സ്പോർട്ട് ക്ലബിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവമാണ്. ചർച്ച കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ 10-20 ലിഫ്റ്റുകളുണ്ട്, എക്സ്പ്രസ്, ഡബിൾ എക്സ്പ്രസ്, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ കറുത്ത വർഗ്ഗക്കാരൊക്കെ സ്റ്റെനോഗ്രാഫേഴ്സ്, പോസ്റ്റ് മാസ്റ്റർ ജനറൽ, ടീച്ചേഴ്സ് ഒക്കെയായി വരുന്ന ഒരു കാലഘട്ടമാണ് 1979. ഒബാമ പിന്നീടാണ് വരുന്നത്. ആയപ്പോൾ എന്നെ ലിഫ്റ്റിൽ വരെ അറുപടി സേവിക്കാൻ ആ കമ്പനിയുടെ മാനേജർ സെക്രട്ടറിയെ ഏൽപ്പിച്ചു. നല്ല വെളുത്ത സുന്ദരി. എന്നെ അവർ ലിഫ്റ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ കുറേ ഏറെ കറുത്ത പെൺകുട്ടികൾ സ്റ്റെനോഗ്രാഫേഴ്സ് അതേമാതിരിലേക്ക് വന്നു. അപ്പോൾ ഈ സെക്രട്ടറി എന്നോട് പറഞ്ഞു, സർ പ്ലീസ് വെയിറ്റ്, ലെറ്റ് ദോസ് ബ്ലാക്ക് ഗോ. കുറച്ചൊന്ന് ക്ഷമിക്കാൻ, ആ കറുത്ത പെൺകുട്ടികളൊക്കെ പോയിക്കോട്ടെ. അപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് നോക്കി, ഞാനപ്പോൾ വെളുത്തതാണോ അല്ലെന്ന് ബോധ്യപ്പെട്ടു. പിന്നെ ഞാൻ അവരുടെ നല്ല സ്വഭാവത്തെ ആരാധിച്ചുകൊണ്ട് ലിഫ്റ്റിൽ കയറി മടങ്ങി. ഈ കറുപ്പിൻ്റെ വിഷമതകളെ പറ്റി അറിയണമെങ്കിൽ അമേരിക്കയിലെ നിയമചരിത്രം കൂടി ഒന്ന് അറിയുന്നത് നന്നായിരിക്കും. വെർജീനിയ എന്നൊരു സ്റ്റേറ്റ് ഉണ്ട്. അവിടെ ഒരു വെള്ളക്കാരായിട്ടുള്ള ധനികർ, ശക്തിയുള്ളവർ നിയമം പാസാക്കി. വെളുത്ത പെൺകുട്ടികളെ കറുത്ത ആൺകുട്ടികൾ നോക്കാൻ പാടില്ല. കഷ്ടം. നമ്മളൊക്കെ
അത് കറുത്ത ആൺകുട്ടികൾക്ക് വലിയ മനസ്താപം ഉണ്ടായി. അവർ പിന്നെ ആയുധം കയ്യിലെടുക്കില്ല. നിയമപരമായി എന്തെങ്കിലും ചെയ്യാമോ എന്നാലോചിച്ചു. അവർ വെർജീനിയയിലെ ഹൈക്കോടതിയിൽ ഒരു റിട്ട് കൊടുത്തു. അവിടുത്തെ ജഡ്ജിമാർ അവർ സ്വതന്ത്ര ചിന്തകരായിരുന്നു. പക്ഷേ വെളുത്ത പെൺകുട്ടികളെ കറുത്തവർ കാണണ്ടായെന്ന് അവർ തീരുമാനിച്ചു. നിയമം വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഹർജി തള്ളി. പക്ഷേ നിരാശരാകാത്ത ചെറുപ്പക്കാർ അമേരിക്കൻ സുപ്രീം കോടതിയിൽ അവരുടെ സങ്കട പരിഹാരത്തിനായി എത്തി. സുപ്രീം കോടതി ആശ്വാസകരമായ ഒരു വിധി പ്രസ്താവിച്ചു. ആ വിധി പ്രസ്താവിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഒബാമയുടെ അച്ഛൻ കെനിയയിലെ കറുത്ത മിടുക്കൻ വെളുത്ത സുന്ദരിയായ ഒബാമയുടെ അമ്മയെ കല്യാണം കഴിച്ചത്. പഠനം പൂർത്തിയായ ശേഷം പ്രേമവതിയായ തൻ്റെ വെളുത്ത സുന്ദരിയായ ഭാര്യയെ സ്നേഹിച്ചു, കല്യാണം കഴിച്ചു, പ്രസവിച്ചില്ല. പരീക്ഷ കഴിഞ്ഞപ്പോൾ സാധാരണ സിനിമാ രംഗങ്ങൾ കാണുന്നത് പോലെ കവിതാവ് കെനിയയിലേക്ക് മടങ്ങിപ്പോയി. ഒബാമയുടെ അമ്മ അന്ന് ഗർഭവതിയായി. എന്ത് ചെയ്യും? അത് പ്രസവിച്ചു, കുട്ടിയെ വളർന്നു. കറുത്തയാളെ സ്നേഹിക്കുകയും ഞാൻ കഥ പറഞ്ഞ ശ്രീകുമാരിയുടെ പുസ്തക പ്രകാശനം പോലെയാണ്. ന്യൂഡൽഹിയിലെ നല്ല ഒരു പുസ്തകം എഴുതി. ഞാനന്ന് ന്യൂഡൽഹിയിലുള്ള സമയം കഥ പിന്നെ മറ്റേ കഥ പിന്നെ പറയാം. അന്ന് അശോക ഹോട്ടലിൽ വെച്ച് അതിഗംഭീരമായ വലിയ മഹാന്മാരുള്ള പണ്ഡിതന്മാരുള്ള സദസ്സിൽ വെച്ച് പുസ്തക പ്രകാശനവും നിശ്ചയിച്ചു. പുസ്തക പ്രകാശനം നടത്തേണ്ടത് കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറിയായ സച്ചിദാനന്ദൻ. അദ്ദേഹം ഏതാണ്ട് 1 മണിക്കൂറോളം, ഞാൻ അത്രയൊന്നും എടുത്തില്ല, 1 മണിക്കൂറോളം പ്രസംഗിച്ചു. ലോകത്തിലെ എല്ലാ സാഹിത്യ ശാഖകളെ പറ്റിയും അദ്ദേഹം പ്രതിപാദിച്ചു. അവസാനത്തെ ഒരു വാചകം, അതുകൊണ്ട് ശ്രീകുമാരിയുടെ ഈ നല്ല ഗ്രന്ഥം ഞാൻ പ്രകാശനം ചെയ്യുന്നു എന്നാണ്. ലോകത്ത് ഇങ്ങനെയും പ്രകാശനം ചെയ്യാവുന്ന ഒരു വിദ്യ ഉണ്ടെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പറയാനുള്ളത് മുഴുവൻ ഒരു വലിയ പ്രസംഗത്തിലൂടെ പറയുക. പിന്നെ ആ ഗ്രന്ഥകൃതിയുടെ മനസ്സിന് ആഘാതമുണ്ടാക്കുന്ന വിധത്തിൽ ഒറ്റവാചകത്തിൽ ഒരു പ്രകാശനം ചെയ്യാനും ആളുകൾ സന്നദ്ധമായിരിക്കും. ഇത് ആരെങ്കിലും പരാതി പറയാൻ പറ്റും, കേന്ദ്ര സാഹിത്യ സെക്രട്ടറി. അപ്പൊ അങ്ങനെയുള്ള ഒരു കുഴപ്പം ഉണ്ടാകാതെ ഞാൻ നോക്കാം. ഈ ലതാമേരിയുടെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഒരു മംഗളകരമായ കർമ്മമാണ് എന്ന് ഔപചാരികതയുടെ മൂടുപടമില്ലാതെ പ്രസ്താവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ മംഗളകർമ്മത്തിൽ പങ്കെടുക്കുന്ന സന്തോഷം എനിക്ക് ഏറ്റവും അധികം നൽകുന്നത് ഈ കർമ്മത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഈ പുസ്തകത്തെ പറ്റി പറയാൻ പ്രാപ്തരാണ് എന്നുള്ളതാണ്. ഏത് വലിയ ഗ്രന്ഥകാരനും ഒരു പ്രസാധകനില്ലാതെ കാര്യം നടക്കില്ല. ഈ പ്രസാധകന്മാര് സാധാരണ പുസ്തകം വായിക്കാത്തവരാണ്. ഇവിടെ ഒരു അവന്തി പബ്ലിക്കേഷൻസിന്റെ എൻ്റെ മുൻകാല പരിചയം വെച്ച് പറയുകയാണെങ്കിൽ പുസ്തകം നന്നായി പഠിക്കുന്ന, വായിക്കുന്ന ഒരു പ്രസാധകനാണ് ഇവിടെ ഉള്ളത്, മാത്യൂസ് അവന്തി. ഞാൻ 2-3 തവണ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ കേട്ടിട്ടുണ്ട്. പുസ്തകങ്ങൾ വിമർശനപരമായി വായിക്കാനും
അതിദീപ്തമായി വിശകലനം ചെയ്യാനും അവയിലുള്ള ഭംഗികൾ മാത്രം കാണിക്കാനും സന്മനസ്സുള്ള വലിയ വിശാല ഹൃദയമുള്ള പണ്ടത്തെ കാര്യത്തിൽ കുറച്ച് സാധാരണ പ്രസാദകരം പോലെ ആയിരിക്കാം, അസാരില്ല, അപ്പോഴത്തെ എല്ലാ പ്രസാദകരും ഇത്രയുമൊക്കെ സൗശീല്യങ്ങളുള്ള ഗുണവനായ ഒരു പ്രസാദകനെയാണ് രാധാമീരയ്ക്ക് ലഭിച്ചത്. രാധാമീര, നിങ്ങൾ അതുകൊണ്ട് ഭാഗ്യവതിയാണ്. എന്തെങ്കിലും സംഖ്യ കുറച്ചു കിട്ടുമോ എന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. ഞാൻ ഏതായാലും ഉടനെ തന്നെ ഒരു പുസ്തകം പ്രകാശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതുകൊണ്ട് സ്വാർത്ഥലാഭത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പ്രശംസ എന്ന് വിചാരിക്കുക. മാത്യു സാറത്തി ഈ പുസ്തകത്തെ പറ്റി പരിചയപ്പെടുത്തും, നിങ്ങൾക്കത് ബോധ്യപ്പെടും. ഇങ്ങനെ ഒരു പ്രസാദകനെ കിട്ടുക വലിയതായ ഒരു ഭാഗ്യമാണ്. പ്രസാദകന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ അത് ദുഃഖവും സ്വീറ്റിൽ സൗർ പോലെയാണ്. ദുഃഖമുണ്ട്, സന്തോഷവും. പണ്ടൊക്കെ പ്രോത്സാഹനാർത്ഥം നിങ്ങളത് എഴുതിയാൽ ടൈംസിലേക്ക് അയച്ചു കൊടുത്താൽ ആ ലേഖനം സ്വീകരിക്കാതെ മടക്കി അയക്കുമ്പോൾ ലേഖനം പ്രസിദ്ധീകരിക്കാൻ സാധിക്കാത്തത് ദുഃഖിക്കുന്നു. ഇതോടൊപ്പം 21 ഷില്ലിങ്ങിൻ്റെ ഒരു ഗിനി, കുറച്ച് വലിയ സംഖ്യകൾ നിങ്ങൾക്ക് അയക്കുന്നു. എല്ലാവരും പിന്നെ ലേഖനം അയക്കാൻ തുടങ്ങി. അവസാനം ടൈംസ് അത് നിർത്തിയേണ്ടി വന്നു എന്നാണ് ഒരു കഥ. ഏതായാലും ഒരു ഗ്രന്ഥകർത്താവിൻ്റെ, എഴുത്തുകാരൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കുന്ന ഒന്നായിരുന്നു ആദ്യകാല മാധ്യമ ചരിതം എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി അധികം സംസാരിക്കരുതെന്ന എൻ്റെ സഹധർമ്മിണിയുടെ നിർദ്ദേശം തന്നതെന്ന് അവർക്ക് മതിയായി. എന്തെങ്കിലും ആവട്ടെ എന്നാണ്, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഇന്ന് കാലത്ത് പ്രസംഗം ചുരുക്കണമെന്നൊന്നും പറയുകയുണ്ടായില്ല. അത് ഞാൻ രാധാമേനോട് ചോദിച്ചു, എത്ര മിനിറ്റ് പ്രസംഗിക്കണം, അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ആധികാരികമായിട്ട് ഒരു അനുവാദവും കിട്ടി പ്രസംഗിക്കാൻ ഇഷ്ടംപോലെ പ്രസംഗിക്കാൻ. ശ്രീകുമാരിക്ക് പണ്ടത്തെ പോലെയല്ല. ശ്രീകുമാരി എത്രയേറെ സമയമാണ് സാഹിത്യത്തിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് അതെനിക്കറിയാം. അത് അറിഞ്ഞതുകൊണ്ടാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓതേഴ്സിന്റെ കേരള ശാഖയുടെ പ്രസിഡന്റായി ശ്രീകുമാരി തന്നെ വേണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചതും അവർ കരുണാപൂർവ്വം അത് സ്വീകരിച്ചതും ഇന്നത്തെ നിലയിലേക്ക് അതിനെ വളർത്തിയും. അപ്പോൾ അതൊക്കെ ഇരിക്കട്ടെ. ഇതിപ്പോൾ രാധാമീരയുടെ പുസ്തകത്തെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. അത് പറയാനുള്ള ആള് വേറെയുണ്ട്. എനിക്ക് പറയാനുള്ളത്, രാധാമീര എന്തൊരു സാമൂഹ്യ സേവനം നടത്തി എന്നുള്ളതാണ്. പഴയ സമൂഹത്തിൻ്റെ എല്ലാ നന്മകളും എടുത്തു ചേർത്ത് അതിവിശിഷ്ടമായ ഒരു വിഭവം തയ്യാറാക്കിയതിന് കേരളത്തിൻ്റെ സമൂഹം, കേരള ജനത രാധാമീരയോട് കടപ്പെട്ടിരിക്കും. അത് കൈവച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. പുലപ്പുറത്ത് നിന്ന് തന്നെ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ ഈ പുസ്തകം എന്നെ കൊണ്ട് വായിപ്പിച്ചു എന്ന് പറയുന്നത് ശരിയാണ്, ഞാൻ വായിച്ചു എന്ന് പറഞ്ഞതും ശരിയാണ്. ഇപ്പൊ നാരായണന്റെ കൊച്ചേരി കൈ കിട്ടിയ ഉടനെ തന്നെ പിന്നെ തീർത്ഥത്തെ വെച്ചുള്ളൂ. അതിന് പിന്നെ അന്താരാഷ്ട്ര പുരസ്കാരം കിട്ടി. അത് ഇതും കിട്ടും, കുറച്ചും കൂടി പോളിഷ് ചെയ്യണം. അതിനൊന്ന് ചെയ്താൽ സാധിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ നന്മകളെ അതിപ്രശസ്തമായ വിധത്തിൽ കണ്ടെത്തുകയും ഒരു നെറ്റ നിരീക്ഷണം കൊണ്ട് അതിൻ്റെ കാതലായ നന്മകളെ കണ്ടുപിടിക്കുകയും അതിനെപ്പറ്റി പ്രതിപാദിക്കുകയും
ചെയ്തു എന്നുള്ളതാണ് രാധാമേരിയുടെ പ്രശസ്തിക്കും അവരുടെ പരിഗണനാർഹമായ പ്രാഗൽഭ്യത്തിനും കാരണം എന്നെനിക്ക് തോന്നുന്നു. നെല്ലിയാമ്പതിയിൽ ഞാൻ പോയിട്ടുണ്ട്, വിശ്രമിച്ചിട്ടുണ്ട്, ആനകളെ കണ്ടിട്ടുണ്ട്, ആനകൾ ചാരായം കൊടുത്ത് ഓടുന്നത് കണ്ടിട്ടുണ്ട്. നെല്ലിയാമ്പതിയിലെ ഒരു ദൃശ്യം രാധാമീല പുസ്തകത്തിൽ പകർത്തിയത് കണ്ടപ്പോൾ ദൈവമേ എനിക്ക് ഈ കഴിവുണ്ടായി കിട്ടിയില്ലല്ലോ എന്ന് ആദ്യമായി ഞാൻ ദുഃഖിച്ചു. പോയിട്ടില്ലെന്നാ പറഞ്ഞേ, അപ്പോൾ പോയിട്ടില്ലെന്നായിരിക്കും. മെറൈൻ ഡ്രൈവ് പലപ്പോഴും പ്രഭാത സവാരിക്ക് ഞാൻ പോകാനുള്ള മാർഗമാണ്. അവിടുത്തെ കാറ്റുകൾ ചില പരിചിതമാണ്, മംഗളവനം മംഗളദായകമാണ്. അവിടെയുള്ള വൃക്ഷങ്ങളും നല്ല ഭംഗിയുള്ള ലതാദികളും ഒക്കെ ഞാൻ നടന്നതാണ്. പക്ഷെ മെറൈൻ ഡ്രൈവിനെ പറ്റിയുള്ള ഒരു വലിയ കഥ രാധാമീര എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ചെറുപ്പമായിരുന്നെങ്കിൽ എന്ന് ഞാൻ പോലും ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, കുറച്ച് ചെറുപ്പമാണെന്നുള്ളത് ശരിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഓടിയത്. അങ്ങനെ നിറവറകളിലുള്ള നന്മ, പഴയ തറവാട്ട് മഹിമയിലുള്ള ഗുണമേന്മ, അവരെ നീയമായിട്ടുള്ള ശ്രേഷ്ഠമായ പാരമ്പര്യങ്ങൾ, മര്യാദകൾ, കുടുംബശീലങ്ങൾ, ഇവ ഇനി സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്. അവ സംരക്ഷിക്കുക എന്നത് സമൂഹത്തോട് ചെയ്യുന്ന ഒരു നന്മയാണ്. ആ നന്മ നല്ലവണ്ണം നിർവഹിച്ചു എന്നത് രാധാമീര എല്ലാവിധ പ്രശംസയും നമ്മളുടെ ആദരവും അറിയിക്കുന്നു. സദസ്യരുടെ ഇടയിൽ അല്പം അക്ഷമ കാണുന്നുണ്ടോ എന്ന് സംശയം. അതൊക്കെ പറയാറുണ്ട്, സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുമോ? എനിക്ക് പാടാനോ അറിയില്ല, എൻ്റെ സ്വരം ഒട്ടും നല്ലതുമല്ല. പക്ഷേ സദസ്സിനെ നിരീക്ഷിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എല്ലാവർക്കും ഒത്തിരി മടുപ്പ് തോന്നുന്നുണ്ടോ എന്നത് ശങ്ക. ഏതായാലും ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഇന്ന് മാധ്യമ സ്വാതന്ത്ര്യം ഏറെ വിലപ്പെട്ട സങ്കല്പമാണ്. മാധ്യമങ്ങളുടെ, പഴയ മാധ്യമങ്ങളുടെ നിലവാരം പോലും തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ദുഃഖകരമായ കാഴ്ചയാണ്. മാതൃഭൂമി പോലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ പോലും നിലവാര തകർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് വേദനയോടുകൂടി വീക്ഷിക്കുന്ന ഒരു വിനീത വായനക്കാരനാണ് ഞാൻ. എനിക്ക് പരിചിതമായ ഒരു മേഖലയിൽ ഇന്ത്യയിലെ നിയമനിർമ്മാണത്തെ പറ്റി കഴിഞ്ഞ ലക്കം മാതൃഭൂമിയിൽ വന്ന ലേഖനം വായിച്ചപ്പോൾ കണ്ണീരില്ലാത്തതുകൊണ്ട് കണ്ണീർ താഴെ വീണില്ല. അത് പറയുകയാണ്, ഇന്ത്യയിൽ മാറുന്ന സമൂഹം, മാറാത്ത നിയമം. ദൈവമേ, 60 കൊല്ലക്കാലം നിയമമേഖലയുമായി പരിചയപ്പെട്ട എനിക്ക് ഇപ്പോഴും വിദേശങ്ങളിലുള്ള നിയമ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടാണ് ശ്രമിക്കുന്ന എനിക്ക് തോന്നിയത്, ലോകത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ഏറ്റവും ഏറെ നിയമങ്ങൾ നിർമ്മിക്കുന്ന, നല്ല നിയമങ്ങൾ നിർമ്മിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നാണ്. എന്നിട്ട് എഴുതിയിരിക്കുകയാണ് മാറാത്ത നിയമം. സ്ത്രീകളെ പറ്റിയുള്ള നിയമങ്ങൾ തന്നെ എത്രയാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് ഒരു ധിക്കാരം ഉണ്ടായിരുന്നു. അമ്മായി എന്ന് പറഞ്ഞാൽ, അമ്മ പറഞ്ഞാൽ അവിടെ കൊണ്ട് വീട്ടിലാക്കാൻ പറഞ്ഞാൽ ശരി, നീ പോയി വീട്ടിൽ നിന്നുള്ളത് പറയും. എന്ന് അങ്ങനെ പറഞ്ഞാൽ സഹധർമ്മിണി പറയും, പറ്റില്ല, എനിക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ ഭവനം. അതുകൊണ്ട് ഭർത്താവാണെന്നുള്ള കാര്യമൊക്കെ ശരി, നമുക്ക് കൂടെ താമസിക്കാം, ചേർന്ന് താമസിക്കാം,
ഇല്ലെങ്കിൽ ഞാൻ പോവില്ല എന്ന് പറയാൻ ശക്തി പകരുന്ന ഒരു നിയമം ലോകത്ത് ആദ്യമായി ഉണ്ടാക്കിയത് ഇന്ത്യയാണ് എന്ന് അഭിമാനപൂർവ്വം പറയാറുണ്ട്. ഇത് ഞാൻ അധികം പറയാത്തത് എന്താണെന്ന് വെച്ചാൽ ഈ വിവരം പറഞ്ഞാൽ പിന്നെ ഭർത്താക്കന്മാരുടെ സ്ഥിതി വരകല്ല. നാളെ മുതൽ ഭാര്യ പറയും ഇപ്പൊ എനിക്കിപ്പോ ചായ കണ്ട സമയമില്ല, വേണമെങ്കിൽ പോയി ചായ ഉണ്ടാക്കി കൊടുക്കും, നീ ഒന്നും വീട്ടിൽ കൊണ്ട് അതൊന്നും പറയാൻ പറ്റുമോ? അപ്പൊ ഞാൻ അതൊരു ഉദാഹരണം പറഞ്ഞിട്ട് പറയുകയാണ്. ഇതുപോലുള്ള നിരവധി നിയമങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടും അറിയാനുള്ള അവകാശം ചെറുകാര്യമാണ്. കുട്ടി മോശ എന്ന മറ്റേ ഉറൂമിന്റെ വാചകം ചോദിച്ചു നമ്മൾ. അങ്ങനെയുള്ള നിയമങ്ങൾ നിരവധി ഉണ്ടായിട്ടും ഇവിടെ മാതൃഭൂമിയിൽ എഴുതിയിരിക്കുകയാണ് നിയമം മാറിയിട്ടില്ല, നിയമം ഉണ്ടായിട്ടില്ല. നമ്മളപ്പോൾ ജാഗരൂകരായി പഴയ മൂല്യങ്ങൾ, മര്യാദകൾ. ഒരു ബാല്യത്തിൽ ദാദാമീത ഭാഗ്യവതിയാണ് മകൻ. അപ്പൊ ന്യൂ ജനറേഷൻ മറ്റേ സ്റ്റെപ്പ് കട്ടിങ് ഒക്കെ കേട്ട് പോകുന്ന ഒരു നല്ല മിടുക്കനാവുമായിരുന്നു. എന്നെ കാറിൽ കൂട്ടിക്കൊണ്ടുവരാൻ 10 മണിക്ക് 15 മിനിറ്റുള്ളപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മയുടെ പുസ്തകത്തിന് പ്രസിദ്ധീകരണത്തിന് ഒരു റിട്ടയർഡ് ജഡ്ജി വേണമെങ്കിൽ അവർ തെരഞ്ഞെടുക്കാം. അങ്ങനെയും മക്കളുണ്ടാവാം. പക്ഷേ ആ കുട്ടി ക്ഷമാപൂർവ്വം എന്നെ കാത്തുനിന്ന് കാലിൽ കൊണ്ടുവന്നു, സ്നേഹത്തോടെ പെരുമാറി, അമ്മയുടെ കൃതിയെപ്പറ്റി അഭിമാനിച്ചു. അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു മൂല്യം. ഞാൻ ചില കുട്ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് മൂപ്പിൽസ് അങ്ങനെയൊക്കെ പറയും. ഈ മൂപ്പിൽസ് എന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛനെയാണ്. അപ്പോ പുതിയ തലമുറ അവരെ കുറ്റപത്രത്തിന്റെ കാര്യമില്ല, ഗൂഗിളിൽ അടിച്ചാൽ കിട്ടാവുന്ന വിവരങ്ങളേ ഉള്ളൂ. പിന്നെ ഞാൻ അച്ഛനോട് ചോദിക്കേണ്ടത്, അമ്മയോട് ചോദിക്കേണ്ടത്. അങ്ങനെ ഞാൻ വളർന്നു വരുന്ന ഒരു തലമുറ, മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു വരുന്ന ഒരു തലമുറ. ആ തലമുറയെ പിന്നീടും പാതാളത്തിലേക്ക് പോകുന്നതിന് തടുത്തു നിർത്താൻ പേരയ്ക്ക് സുശക്തമായ തൂലികയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ തൂലിക ചലിപ്പിച്ചതിന് ദാദാമീതയെ അഭിനന്ദിക്കുന്നു. ഈ പുസ്തകത്തിന് ഇനിയും പതിപ്പുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുമ്പോൾ അവന്തിയുടെ ആശംസ് എനിക്കും കിട്ടും. കൂടുതൽ പുസ്തകങ്ങൾ ഉണ്ടാവട്ടെ എന്ന ആശംസയ്ക്ക് കേരള സമൂഹവും ഒരു ഗുണഭോക്താവായിരിക്കും. എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് നിങ്ങളുടെ ക്ഷമ ഇനിയും പരീക്ഷിക്കേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് എൻ്റെ സംസാരം തീർക്കുന്നു. നന്ദി. നന്ദി സർ. അടുത്തതായി സംഗീതജ്ഞയും നോവലിസ്റ്റും കഥാകൃത്തുമായ ശ്രീമതി ശ്രീകുമാരി രാമചന്ദ്രൻ നന്ദി ക്ഷണിച്ചു. ജസ്റ്റിസ് സുകുമാരൻ, എം കെ ഹരികുമാർ, ബാലചന്ദ്രൻ, ചന്ദ്രൻ, ചന്ദ്രയുടെ അച്ഛനമ്മമാരുടെ കുടുംബാംഗങ്ങൾ, നാരായൺ സർ, പ്രിയപ്പെട്ട റോസി, ഇവിടെ ഒരു സുഹൃത്ത് സർവീസാണ്. എല്ലാവരുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ആശംസിക്കാനും വളരെ സന്തോഷത്തോടെ അംഗീകരിക്കുന്നു. മനോഹരമായിട്ടുള്ള അവസരമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന് 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ചിങ്ങമാസം 1-ാം തീയതി. അന്ധവിശ്വാസമൊന്നും ഇല്ലെങ്കിലും എല്ലാം 1-ാം തീയതി. അത് മലയാളം ഇംഗ്ലീഷായിരുന്നു. നല്ല കാര്യങ്ങൾ ഉണ്ടാവണം എന്നാഗ്രഹിക്കും. അതനുസരിച്ച് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യണവരാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലൊരു ചടങ്ങിൽ പങ്കെടുക്കണം. രണ്ടാമത്തെ കാര്യം, ഈ പുസ്തകം ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് ജസ്റ്റിസ് കുമാരൻ സാറിനെ അറിയാം, പുഷ്ടിയെ അറിയാം. അതൊക്കെ എന്നെ അന്ന് അറിയിക്കുകയായിരുന്നു. പക്ഷെ
പക്ഷെ ഞാനതേ കാണാമെന്ന് വെച്ചാൽ അവർ പഠിച്ച അതേ കോളേജിലാണ് കുറേ കാലങ്ങൾക്ക് ശേഷം ഞാനും പഠിച്ചു മഹാരാജാസിൽ. അതുകൊണ്ട് ഞാൻ ബഹുമാനിക്കുന്നതിലേക്ക് എന്നെ വളരെയേറെ സ്നേഹിക്കും, വാത്സല്യപൂർവ്വമുള്ളൊരു സ്നേഹമാണ്. മുതിർന്ന ജ്യേഷ്ഠത്തെയും ജ്യേഷ്ഠത്തിലുമൊക്കെ സ്നേഹമാണ് അവരിൽ എനിക്കും ലഭിച്ചിട്ടുള്ളത്. ഇപ്പോഴും നിങ്ങൾക്കത് മനസ്സിലായി കാണുന്ന രീതിയിൽ വെച്ച് അദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ വളരെ നന്ദിയുണ്ട്. സാറിൻ്റെ കയ്യിൽ ഞാൻ ഗുരുവായിട്ട് ബഹുമാനിക്കുന്ന അന്വേഷണമായിട്ട് ബഹുമാനിക്കുന്ന സാറിൻ്റെ കയ്യിൽ ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ സാധിച്ചു. മൂന്നാമത്തെ കാര്യം, ഇത് ഒരു വനിത എഴുതിയ പുസ്തകമാണ് എന്നുള്ളത് എന്നെ വളരെയേറെ സന്തോഷിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചതിൽ വളരെ സന്തോഷം. എനിക്ക് അതിന് അവസരം തന്ന രാധാവിനോട് നന്ദിയുണ്ട്. സാധാരണ എനിക്ക് സാഹിത്യ മേഖലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖല ചെറുകഥ തന്നെയാണ്. ഞാൻ ചെറുകഥാകൃത്തായിട്ട് രംഗത്ത് വന്നതാണ്. വളരെയധികം ചെറുകഥാ സമാഹാരങ്ങൾ എഴുതി, സംഗീത ഗ്രന്ഥങ്ങളൊക്കെ എഴുതി. പക്ഷെ ഇപ്പം കുറച്ച് ചെറുകഥയും എനിക്ക് എഴുതാൻ പറ്റില്ല, വേറെ വാക്കുകൾ പുസ്തകമായിട്ട് വരുന്നതാണ്. എങ്കിലും ഒരു ചെറുകഥ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസുഖം അതൊരു പ്രത്യേകം തന്നെയാണ്. രാധയുടെ പുസ്തകം ഞാൻ ആദ്യമായിട്ട് ഈ പുസ്തകം വായിക്കുന്നത്. കുറച്ച് ദിവസം മുമ്പ് എനിക്ക് പ്രിന്റ് ഔട്ട് കൊണ്ട് തന്നിരുന്നു. അത് ഓടിച്ചു നോക്കിയിട്ടും ഇന്നലെ കുറച്ചുകൂടി ഓടിച്ചു നോക്കി. അതിൽ പല കാര്യങ്ങളും ഞാൻ വളരെ സീരിയസ് ആയിട്ട് നിരീക്ഷിച്ചു. നിരൂപണം എന്ന് ഞാൻ പറയില്ല, വിമർശനം എന്ന് ഞാൻ പറയില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുമ്പോൾ അത് ഒരു പുസ്തക പ്രകാശത്തിൽ പങ്കെടുക്കുക, ആ പുസ്തകത്തെക്കുറിച്ച് പറയുക എന്നുള്ളത് അത് പങ്കെടുക്കുന്നതിന് കടമയാണ് ഞാൻ വിശ്വസിക്കുന്നു. ഈ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് രാധയുടെ നിരീക്ഷണ പാഠമാണ്. അസാധ്യമായിട്ടുള്ള ഒരു നിരീക്ഷണ പഠനമാണ് എന്നുള്ളത് എനിക്ക് എല്ലാ കഥകളും വായിച്ചപ്പോൾ തോന്നിയിട്ടുണ്ട്. മാത്രമല്ല ബ്ലോഗ് എഴുതി ശീലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ കഥയും ഒന്നും വ്യത്യസ്തമായിട്ടുള്ള, സാധാരണ ഒരു കഥാകൃത്തിലെ ഒരു സമാഹാരത്തിൽ വരുന്ന ഒരു 10 കഥയുണ്ടെങ്കിൽ 10 കഥയ്ക്കും എന്തെങ്കിലും ഒരു സാമ്യം ഉണ്ടാവും. ഇത് ഓരോ കഥയ്ക്കും വ്യത്യസ്തമായിട്ടുള്ള ആശയം രാധ കണ്ടെത്തി എന്നുള്ളതാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു എമ്മ എന്ന് പറഞ്ഞ ആ കഥയുടെ പേര് ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സൈക്കിക് മീഡിയേറ്റർ എന്നൊരു കഥയുണ്ട് ഇതിൽ. അതിൽ പ്രധാന കഥാപാത്രം ഒരു കഥാകൃത്താണ്, സൈക്കോളജിസ്റ്റാണ്. ഒരു മീഡിയേറ്റർ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചിരിക്കുന്നവരുമായിട്ട് സംബന്ധിക്കാൻ കഴിവുള്ള ഒരു കഥാപാത്രം എമ്മ. ആ എമ്മയെ പോലെ എനിക്ക് തോന്നുന്നത് ഇന്നലെ രാത്രി എനിക്ക് തോന്നിയതാണ്. 12 മണിക്ക് ഞാൻ ഈ പുസ്തകം വായിക്കുമ്പോൾ രാധയ്ക്ക് സ്വപ്നത്തിനോട് വലിയ കമ്പുണ്ട്. പല കഥകളും സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നങ്ങൾ രാധ കാണുന്ന സ്വപ്നങ്ങൾ തന്നെ ആയിരിക്കണമെന്നും ആ സ്വപ്നത്തിലാണ് ഈ കഥാപാത്രങ്ങൾ മുഴുവൻ ഈ കഥാകാരൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്നെനിക്കിങ്ങനെ തോന്നി. ഇന്നലെ രാത്രി 12 മണിയായിട്ട് ഞാൻ എമ്മ എന്ന കഥ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ഇതിൽ പല കഥകളും പേര് ഇന്ദ്രിയങ്ങൾക്കൊപ്പം പുനർജീവി തേടുക, കുറച്ച് നിങ്ങൾ എനിക്കൊരു തോന്നൽ പോട്ടെ, അതെൻ്റെ അഭിപ്രായമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ആദ്യം ഞാൻ വായിച്ച കഥ മരിച്ചവൻ്റെ പ്രൊഫൈലാണ്. മരിച്ചവൻ്റെ പ്രൊഫൈൽ എന്നുള്ള കഥ ഏകദേശം എൻ്റെ ക്ലൈമാക്സ് കുടിക്കാൻ പറ്റിയെങ്കിലും എനിക്ക് ഹൈലി ഇൻട്രസ്റ്റ് ഉണ്ട്. വളരെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ കഥ. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള. പിന്നെ നീലച്ചന്ദ്രൻ, അതിനുമുണ്ടൊരു ഒരു മാജിക് റിയലിസം ഒരു സബ്ജക്റ്റ് ആയിട്ടുണ്ട്. ചന്ദ്രൻ നീലം നിറം വരുന്ന അപൂർവം ദിവസങ്ങളിൽ ദുർദേവതകൾ ശക്തിയേറുന്നു എന്നുള്ളത് അത് രാധയുടെ മനസ്സിലേക്ക് ഒരു ആശയം. ഇത് പഴയ ചില മന്ത്രവാദ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു സംഭവം. ചന്ദ്രൻ അപൂർവമായിട്ട് നമ്മൾ നാളെ ചന്ദ്രനെ കണ്ടു, അതുപോലെ നീല നിറം വരുമെന്നും അത്തരം സന്ദർഭങ്ങളിൽ യക്ഷികൾക്കൊക്കെ ശക്തി കൊടുക്കുന്നു. അത് സത്യമാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അത്തരം ആബ്സ്ട്രാക്ട് ആയിട്ടുള്ള വിഷയങ്ങൾ എനിക്ക് എന്നിലെ വായനക്കാരെ വളരെയധികം രസിപ്പിക്കാറുണ്ട്. അപ്പുവിൻ്റെ വളരെ ടച്ചിങ് ആയിട്ടുള്ള കഥ. പിന്നെ നിവേദിതയും ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് വലിയ ത്രെഡാണ്. അതൊരു ചെറുകഥയിൽ ഒതുക്കാൻ പറ്റില്ല. നിവേദിതയുടെ ത്രെഡും അതെ, ബ്ലാക്ക് മാജിക്കിൻ്റെ ത്രെഡും അതൊരു ചെറുകഥയിലേക്ക് ഉള്ള വിഷയമാണ്. വളരെ നോക്കുന്ന വിഷയമാണ്. വളരെ ബുദ്ധിമുട്ടിൽ വളരെ എന്താ വെപ്രാണത്തോടുകൂടി അതിങ്ങനെ കംപ്രസ് ചെയ്തിട്ട് ചെറുകഥയാക്കിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് രാധ. അതങ്ങനെ ചെയ്യേണ്ടിയിട്ടില്ല എന്നെനിക്കൊരു അഭിപ്രായമാണ്. ഇതൊരു ആരോഗ്യപരമായിട്ടുള്ള അഭിപ്രായമായിട്ട് എടുക്കാവുന്ന ഞാൻ പ്രതീക്ഷിക്കണം. ഒരിക്കലും എന്താ പറയുക ഉന്മൂലനം ചെയ്യാനല്ല, ഉന്മൂലനം ചെയ്യാനാണ്. അത്രയും വലിയൊരു വിഷയത്തിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെറുതാക്കി
നിവേദിതയുടെയാണ്. അതിൽ ബ്ലാക്ക് മാജിക്കിന് പ്രത്യേക ഒരു സെൻറ്റൻസ്, ഞാൻ മത്സരിക്കേണ്ടിയിരുന്നത് മനസ്സിൻ്റെ വേഗതയോടായിരുന്നു, അത്രയും സ്പീഡിലോട്. ഇത് പണ്ട് എനിക്കും തോന്നിയിരുന്നു. ഞാനും കുറച്ച് പേര് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ തീർത്തിട്ട് തിരഞ്ഞെടുത്ത ഒരാളാണ്. ഏകദേശം എൻ്റെ കൈകളിൽ തന്നെയാണ് രാവിലെ ഉത്തരവാദിത്തങ്ങൾ ചേർത്തിരുന്നു, മക്കളൊക്കെ കൊണ്ടുപോകും. അപ്പം എനിക്ക് എപ്പോഴും തോന്നിയിരുന്നു മറ്റുള്ള എഴുത്തുകാർ, ചെറുപ്പമായിട്ടുള്ള എഴുത്തുകാർ 10 കിലോമീറ്റർ സ്പീഡിൽ ഓടുമ്പോൾ ഞാൻ 30 ഓടണം, അവരൊപ്പം എത്തണമല്ലോ. അങ്ങനെ തോന്നിയിട്ടുണ്ട്. രാവിലെ അതിനേക്കാളും സ്പീഡാണ് തോന്നുന്നത്, മനസ്സിൻ്റെ വേഗതയോട് വേണം. അത് ഈ കഥയിൽ വരുന്നുണ്ട് ആ സെൻറ്റൻസ്. അപ്പോൾ അങ്ങനെ മത്സരിക്കേണ്ട രാധാമണിയാണെന്ന് ഞാൻ പറയണം. ഈ രണ്ട് ഇത്തരം ആശയങ്ങൾ വരുമ്പോൾ അത് മാറ്റി വെച്ച് നോക്കുകയാണ്. പിന്നെ വേറൊരു കഥ, മരണവീരം. മരണത്തിൻ്റെ വില, ജീവിതത്തിൻ്റെ വിലയാണ് അതിൽ വ്യക്തമാക്കുന്നത്. ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോവുക, അങ്ങനെ ആ ഒരു കഥ മരണത്തിൻ്റെ വിലയല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ വില മനസ്സിലാക്കില്ല. ആത്മകഥാപരമായിട്ടുള്ളൊരു കഥയുണ്ട്, കളികളിയാട്ടങ്ങൾ, വളരെ മനോഹരം. പിന്നെ എൻ്റെ പെണ്ണ്, അതും സ്വപ്നച്ചെറുകയും, അത് നല്ല സ്വപ്നമാണ്. ഈ സ്വപ്നം എന്ന് പറയുമ്പോൾ എനിക്ക് ഞാനും ഒരുപാട് സ്വപ്നം കാണാം. സ്വപ്നം പിറ്റേ ദിവസം ഓർത്തിരിക്കുക എന്നുള്ളത് വലിയ കഴിവാണ്. ഞാൻ മിക്ക സ്വപ്നങ്ങൾ പിറ്റേ ദിവസവും ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ ഓർത്തിരുന്നിട്ട് എഴുതുന്നു. അങ്ങനെ ഈ സ്വപ്നച്ചെറുകയിലൂടെയുള്ള കഥയിൽ ഒരു കുട്ടിച്ചാത്തനൊക്കെ വരുന്നുണ്ട്. വളരെ രസമായിട്ടൊരു കഥയാണ്. എന്നെപ്പോലെ അല്പം എന്താ പറയുക, ഭ്രാന്തൻ ചിന്തകളുള്ളവരെ വളരെയധികം രസിപ്പിക്കുന്ന ഒരു കഥയാണ്. ആ കുട്ടിച്ചാത്തൻ്റെ ഒരു പടവും ആ പുസ്തകത്തിലുണ്ട്. പിന്നെ കാണാതെ പോകുന്നവർ. കാണാതെ പോകുന്നവരുടെ അതിൽ വളരെ സമകാലിക സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രശ്നമാണ് അത് ഡീൽ ചെയ്യുന്നത്. അതിനൊരു പ്രയോഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ചെറിയ ഇലകൾക്ക് ഒരു പ്രസക്തിയില്ല, ചെറുതാണ്. ചൂണ്ടയ്ക്ക് പ്രസക്തിയില്ല. പക്ഷെ ചൂണ്ടയിടാൻ വേറെ എവിടുന്നോ ചരട് വലിക്കുന്നുണ്ട്. അയാൾ രക്ഷപ്പെടുകയും ഈ ഇരയും ചൂണ്ടയും നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു പ്രശ്നം കൈകാര്യം ചെയ്യുന്നത്. പിന്നെ എമ്മ, ഓരോ ഉറക്കത്തിലും കഥാപാത്രങ്ങളെ കാണുന്ന എമ്മ. അതിലെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്രാപ്യമായ ലോകത്താണ് എമ്മയുടെ സ്വപ്നങ്ങൾ പോകുന്നത്. പ്രേതത്തിന് വാങ്ങാനായിട്ട് സ്വന്തം ശരീരം വിട്ടുകൊടുക്കുന്ന എമ്മ. വളരെ വളരെ രസകരമായിട്ടുള്ള ഒരു കഥയായിട്ടാണ് എനിക്കത് തോന്നിയത്. ആബ്സ്ട്രാക്ട് തീമാണ്, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആബ്സ്ട്രാക്ട് തീമാണ്. ഈ സിനിമയെ ഞാൻ നല്ലൊരു സിനിമാ സ്വാതന്ത്ര്യമാണ്. സിനിമയായിട്ട് എനിക്ക് ആബ്സ്ട്രാക്ട് തീംസ് വളരെ ഇഷ്ടമാണ്. ഇത് എൻ്റെ അഭിപ്രായമാണ്. അങ്ങനെ വളരെ അതിൻ്റെ ക്ലൈമാക്സ് വളരെ ഇംപ്രസീവായിട്ടൊരു ക്ലൈമാക്സാണ്. എനിക്ക് ഈ കഥയിൽ വായിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്ലൈമാക്സ് ഈ ഇതാണ് സ്വപ്നം സൈനിക് മീഡിയയിൽ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രേതം ആവേശിച്ച ശരീരം കൊണ്ട് പ്രേതത്തിൻ്റെ പ്രതികാരം 5-6 പേരെ മരിക്കുകയാണ് ഈ എമ്മ. എന്നിട്ട് പ്രേതം ഇറങ്ങിപ്പോയ ശരീരവുമായിട്ട് പിറ്റേ ദിവസം രാവിലെ കാപ്പി കൊടുക്കുമ്പോൾ ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. ആരാണെന്ന് ഒരു നിമിഷം ശങ്ക. പിന്നെ മനസ്സിലായി പതിവ് പോലെ എൻ്റെ അടുത്ത കഥാപാത്രം വന്നിരിക്കുക, എന്നെ കൂടെ കഥയാക്കും എന്ന് പറഞ്ഞത് വളരെ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ക്ലൈമാക്സാണ്. ഒരു കഥയുടെ സക്സസിന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു ഘടകമാണ് ക്ലൈമാക്സ്, ട്വിസ്റ്റുള്ള ക്ലൈമാക്സ്. വളരെ മനോഹരമായിരിക്കുന്ന ഒരു ആകാമിയാണ്. ഇനി 1-2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതായത് ഈ കാണുന്ന സ്വപ്നങ്ങളെ ഓർത്തെടുത്ത് കഥകൾക്ക് രൂപം നൽകാനുള്ള ഒരു കഴിവ്, അപാരമായിട്ടുള്ള കഴിവുണ്ട്. സാധാരണ മനുഷ്യരുടെ സ്വപ്നങ്ങൾ മറന്നു പോകുന്നത്. ഞാൻ എപ്പോഴും എനിക്ക് ഒരു ദിവസം പോലും ഉറക്കത്തിൽ സ്വപ്നം വരാതെ ഇരിക്കാറില്ല. അങ്ങനെ ഞാൻ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ആക്ഷൻ പാക്ക് സ്വപ്നമൊക്കെ കണ്ടു കണ്ണിൽ വീണ സന്ദർഭം വരെ ഉണ്ടായിട്ടില്ല. അപ്പം സ്വപ്നം എത്രമാത്രം രസകരമാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ അത് ഓർത്ത് കഥയാക്കാനും എനിക്ക് ഇതേവരെ പറ്റിയിട്ടില്ല. രാഷ്ട്രീയത സാധിച്ചിട്ടില്ല. അപ്പം അത്രയും ഒരു എന്താ പറയുക, സെൻസിറ്റീവായിട്ടുള്ള ഒരു മനസ്സിലൂടെയാണ് ഞാൻ സ്വപ്നം കാണുന്ന മനസ്സാണ്. പിന്നെ അതിൻ്റെ ഏറ്റവും താല്പര്യമുള്ള വിഷയം എനിക്ക് തോന്നി സൂപ്പർ നാച്ചുറലായിട്ടുള്ള വിഷയങ്ങളാണ്. പല കഥകളിലും പോലീസിലേക്ക് പോകുന്ന കഥയുണ്ട്, എല്ലാം ഞാൻ ഓർക്കുന്നില്ല. പിന്നെ ഞങ്ങളുടെ കഥ ബ്ലാക്ക് മാജിക്, കോൺടാക്ട് ബംഗ്ലോ, ഇങ്ങനെ ഒരുപാട് കഥകളിലൊക്കെ സ്വപ്നമാണ് ഭൂമികയായിട്ട് വരുന്നത്. ആബ്സ്ട്രാക്ട് തീംസാണ് ഭൂമികയായിട്ട് വരുന്നത്. വളരെ എന്താ പറയുക, വ്യത്യസ്തമായിട്ടുള്ള തീമുകളാണ്. ഇനി ചില എനിക്ക് പോരായ്മകൾ തോന്നിയത് എന്താ പറയുക, നല്ല ക്രാഫ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ തിരക്ക് ഭയങ്കരമായിട്ട് തിരക്ക് പിടിച്ചു വരുന്നത്. തുടങ്ങിയ ഡിലേസ് തീർക്കുക എന്നുള്ളതാണ് ആ മനസ്സിൽ തിടുക്കമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ തിടുക്കത്തിൻ്റെ
സാറും കൂടിയാണ്. അദ്ദേഹം പറയാറുണ്ട്, നമുക്കൊരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അത് മനസ്സിൽ തലച്ചോറുമായിട്ട് ഇങ്ങനെ കുറേ അവിടെ കിടക്കണം. അതിങ്ങനെ കിടന്ന് മുത്താവുമ്പോൾ മാത്രമേ അതിനെ പുറത്തേക്ക് കാണിക്കാവൂ എന്ന് പറയും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് രണ്ടാമത്തെ പുസ്തകമേ ആയിട്ടുള്ളൂ, കഥാസമാഹാരം. അപ്പം അടുത്ത വിഷയം കിട്ടുമ്പോൾ കുറച്ച് നേരം അതിന് സമയം കൊടുക്കുക, തിരക്ക് പിടിക്കാതെ എബ്രിഡ്ജ് ചെയ്യുക, നന്നായിട്ട് ഇതിനെയും നന്നായിട്ട് എഴുതാൻ സാധിക്കും. അതിനുള്ള ഒരു കഴിവുണ്ട് രാധയ്ക്ക് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ ബാക്കി കഥകളെ കുറിച്ചൊന്നും നോട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല. എന്തായാലും ഒരു കഥാകാരി കൂടി മലയാള സാഹിത്യ രംഗത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളത് വളരെ ആവേശം പകരുന്ന ഒരു കാര്യമാണ്. നിരൂപകരുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, കൂടി നിരൂപണം ചെയ്തില്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ നമ്മുടെ എങ്ങനെയെങ്കിലും ആ ദൈവം വിടർന്നു വരുന്ന ഒരു മുട്ടിനുള്ളിൽ കളയാൻ ശ്രമിക്കുന്ന ഒരുപാട് പേര് ഈ എഴുത്തുകാരുടെ കൂട്ടത്തിലുണ്ട്. അത് ഞാൻ പറയാതെ തന്നെ എനിക്കൊക്കെ വളരെ നല്ലോണം അറിയുന്ന കാര്യം. എങ്ങനെയാണ് ഈ മുളച്ചു വരുന്ന ഈ തൈയെ ഒന്ന് പറിച്ച് കളയാൻ എന്ന് ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിനകത്ത് മാനസ മാതൃഭൂമിയുടെ കാര്യമാണ്. അങ്ങനെ ഒരുപാട് വായികക്കാരായാലും അല്ലാത്തവരായാലും പ്രാസംഗികരായാലും അങ്ങനെയൊക്കെ ശ്രമിക്കും. അതിനൊന്നും ശ്രദ്ധിക്കാതെ അവനവന് തോന്നുന്ന, അവനവന് ഏറ്റവും ആനന്ദം തോന്നുന്ന വിഷയം വ്യാപരിക്കുക, ആ വിഷയത്തിലൂടെ അവനവൻ്റെ വായനക്കാരെ സന്തോഷിപ്പിക്കുക, അവരുടെ മനസ്സിനെ സ്പർശിക്കുക. ഇതൊക്കെയാണ് ഒരു കഥാകാരിയുടെ ധർമ്മം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് തന്നെ രാധയോടെ എനിക്ക് പറയാനുണ്ട്. പറയാനില്ല. ഈ പുസ്തകങ്ങളുടെ രാധയുടെ സാധിക്കട്ടെ, ജഗദീശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുറ്റും. അടുത്തതായി, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് പാടി നമ്മുടെ സമൂഹത്തെ ഉണർത്തിയ ശ്രീ ഇഞ്ചക്കാട് ബാലചന്ദ്രൻ എന്ന ബാലനെ ക്ഷണിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും ഒരു മീറ്റിന് പോകുമ്പോൾ 5 മിനിറ്റ് മുമ്പ് അവിടെ എത്തണമെന്ന് വാശിയുള്ള ഒരാളാണ്. ഇവിടെ ഞാൻ 5 മിനിറ്റ് വൈകിയാൽ പല പദവികളും നഷ്ടപ്പെടുമെന്നുള്ളതൊന്നും എനിക്ക് ഉറപ്പായത്. അല്ലെങ്കിൽ അധ്യക്ഷനായിട്ട് എന്നെ ഇഷ്ടപൂർവ്വം അതാമിൽ അവരോധിച്ചതാണ്. അങ്ങനെ ഭയങ്കര ഗമയിലേക്ക് വന്നതാണ്. എന്തായാലും സന്തോഷപൂർവ്വം ഇത്തരം നല്ല ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൽ നമുക്ക് രാധാവിജയോടും മറ്റ് സംഘാടകരോടുണ്ട്. എനിക്ക് ആദ്യം ഞാൻ രാത്രിയുടെ ഈ ഒരു തൻ്റെടത്തെ പ്രകൃതിക്കുന്നു. 3ാമത്തെ പുസ്തകം ഇറക്കിയെന്ന ഇറക്കുന്നു എന്ന സംഭവം തൻ്റെടം. ഞാൻ കുറേ നാളായിട്ട് ഇതിനകത്തൊക്കെ എഴുതിയൊക്കെ ചെയ്യുന്നത്. ഇന്നേ വരെ ഡെയിലി പുസ്തകം ഇറക്കാം. വയസ്സ് 62 പുസ്തകം ഇറക്കാൻ കഴിയാം. ആനുകാലികങ്ങളിലൊക്കെ കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടോ പുസ്തകം എന്ന് പറയുമ്പോൾ പേടിയാണ്. കുറേ സംഭവങ്ങൾ വായിച്ചിട്ടുണ്ട്, ചിലപ്പോൾ അതുകൊണ്ടാകാം. എന്തായാലും ഞാൻ ഈ തൻ്റെടത്തിനെ പ്രകീർത്തിക്കുന്നു. കൂടുതൽ നല്ല കഥകളും കവിതകളുമായിട്ട് മലയാള സാഹിത്യ രംഗത്ത് ഉറക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ ഈ പുതിയ കാലത്ത് എഴുത്തുകാർക്കൊക്കെ വല്ലാത്ത ബാധ്യതയുള്ള ഒരു അവസരമാണ് ഇപ്പോഴുള്ളത്, കാലമാണ്. കാരണം ലോകം വല്ലാതെ മാറി പോകുകയാണ്. നമ്മളുടെയൊക്കെ പ്രത്യാശകളിൽ നിന്ന് പോലും, നമ്മുടെയൊക്കെ സ്വപ്നങ്ങളിൽ നിന്ന് പോലും കാലം ഇറങ്ങിപ്പോവുകയും അവിടെ ഭീതിതമായ എന്തൊക്കെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുകയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടക്കുന്നത്. ഞാൻ ഇന്ന് പോരുമ്പോൾ എന്നെ അലട്ടിയൊരു ചിന്ത, ഞാൻ 75 വയസ്സ് വരെ ജീവിച്ചിരിക്കുള്ളൂ എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും ജ്യോത്സ്യം പറഞ്ഞാൽ ഞാൻ എന്നെ അവനോട് തളവായിരുന്നു. പക്ഷേ അവർ പറയുന്നു 75 വയസ്സ് വരെ ഇദ്ദേഹത്തിന് പരമാവധി ആയുസുള്ള, അതിന് മുമ്പ് എപ്പോഴും തട്ടിപ്പോകാം എന്ന്. അപ്പം ഞാൻ ആലോചിച്ചു, ഇനി
ഏതാണ്ട് 13 വർഷവും 1 മാസവും ഉള്ളൂ. അതൊരു വല്ലാത്ത അകറ്റായിരിക്കും വരിക. 2030 ആകുമ്പോൾ ലോക ജനസംഖ്യ 100 കോടിയായിട്ട് കുറയണം. അതാണ് അജണ്ട 21, ഡീപോപ്പുലേഷൻ അജണ്ട 21. ഇതിനനുസരിച്ച് ഈ ലോക ജനസംഖ്യ കുറയ്ക്കാൻ കുറെ എളുപ്പ വഴികൾ ലോകത്തെമ്പാടും നടക്കുന്നുണ്ട് എന്നാണ് ഈ ചൂടിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ ആവശ്യമില്ലാത്ത കുറേ മനുഷ്യരുണ്ട്. 600 കോടി വരപ്പെടുന്ന മനുഷ്യർ വിവിധ രാജ്യങ്ങളിലേക്കുണ്ട്. അവര് ഇവിടെ മരിച്ചു തീർന്നേ പറ്റുള്ളൂ. എങ്കിലേ 100 കോടി വരുന്ന ജനങ്ങൾക്ക് സമൃദ്ധിയിലും സുഖത്തിലും കഴിയാൻ പറ്റുകയെന്ന് ചിന്തിച്ച് ആ ജനസംഖ്യ കുറച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ മുമ്പ് വെള്ളം കുടിക്കുമ്പോൾ വെള്ളം ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതായിരുന്നു, നമ്മൾ ജീവനെ നിലനിർത്തുന്നതായിരുന്നു. ഇപ്പൊ വെള്ളം മരണകാരണമാകും. മുമ്പ് ശ്വസിക്കുന്നതും ജീവൻ നിലനിൽക്കാനാണ്. ഇപ്പൊ രോഗങ്ങൾക്ക് വേണ്ടിയും എളുപ്പത്തിൽ മരണത്തിന് വേണ്ടിയും ശ്വസിക്കേണ്ട അവസ്ഥയിലേക്ക് പുതിയ കാലത്തിൽ നാം അവർ എത്തിച്ചിരിക്കുന്നത്. ഭക്ഷണമെല്ലാം വിഷമയമായ ഒരു പുതിയ കാലം. കഴിക്കുന്ന മരുന്നെല്ലാം എളുപ്പത്തിൽ മരണം കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഇത്രയും മരുന്ന് ഇത്രയും ഡോക്ടർമാരുണ്ടായിട്ടും ഈ ആശുപത്രികളൊക്കെ നിറഞ്ഞു കഴിയുന്നതുകൊണ്ടാണ്. അപ്പോൾ മരുന്നുകൾ മരണകാരണമാകും. ഞാൻ കരുതിയിരുന്നത് ഈ സുനാമിയും ഭൂകമ്പവും ഒക്കെ പ്രകൃതി ദുരന്തങ്ങളായിരുന്നു. പക്ഷെ ഈ അടുത്ത മനസ്സിലാക്കുന്നു, മനുഷ്യനിർമ്മിത സുനാമികളും മനുഷ്യനിർമ്മിത ഭൂകമ്പങ്ങളും എന്തിനാണിത്? ഇത് കൊണ്ടെടുക്കുന്നത് ആരെയാണ്? ആരൊക്കെ മരിച്ചു തീരണമെന്ന് ഉന്നതരായ മനുഷ്യർ ചിന്തിക്കുന്നു, അവിടെയൊക്കെ മരണം അരങ്ങേറുകയാണ്. വൈറസുകളെ തുറന്നു വിട്ടുകൊള്ളുന്നുണ്ട്. എബോള വൈറസ് ഉൾപ്പെടെ മനുഷ്യനെ എളുപ്പത്തിൽ കൊല്ലുന്ന വൈറസുകളെ ആ പ്രവർത്തനങ്ങൾക്കിടയിലൂടെ 100 കോടിയായി ചുരുങ്ങും മനുഷ്യൻ ലോകത്തെ ജനസംഖ്യയെന്ന് അവർ പറയുമ്പോഴാണ് ഞാൻ എൻ്റെ വയസ്സ് കണക്കൂട്ടി നോക്കിയതും 2030 ആ 600 കോടിയിൽ പെട്ടുന്ന ഒരാളാണെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് 75ാമത്തെ വയസ്സിൽ എനിക്ക് ജീവിച്ചപ്പെടുന്നത്. ഇവിടെ എനിക്ക് മുമ്പിൽ ഇരിക്കുന്ന ഒരാഴ്ച നിങ്ങൾക്ക് കണക്കുള്ള ഇവിടെയാണ് എഴുത്തുകാരൻ്റെയും കലാകാരൻ്റെയും പ്രതിബദ്ധത പുതിയ കാലത്തെ വ്യാഖ്യാനിക്കുകയും ഇവിടെ അതിജീവനത്തിൽ സാധ്യമാകുന്നത് എന്തൊക്കെയെന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമാണ് എഴുത്തുകാരായി നമുക്കുള്ളത്, കലാകാരന്മാരായ നമുക്കുള്ളത്. അവിടേക്കാണ് രാധാമേരി ഉൾപ്പെടെയുള്ള എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും കവികളുടെയും ശ്രദ്ധ തിരിയുന്നത് എന്നാണ് തോന്നുന്നത്. നമുക്ക് ഇവിടെ ജീവിച്ചിരിക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങളെല്ലാം 700 കോടി ജനത്തിനും സ്വസ്ഥതയിലും സമാധാനത്തിലും ജീവിക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങളെ ഗുണപരമായി വിനിയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഏതാനും പേര് മാത്രം വിനിയോഗിക്കുന്നു എന്നതാണ് ഈ ജനസംഖ്യയാണ് കുഴപ്പം പറയുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത്. കുറേ പേർ മാത്രം ജീവിക്കുന്ന സുഖത്തോടെ മറ്റുള്ളവർ ദുരിതം അനുഭവിക്കുന്നു. നമുക്കറിയാം, വിവിധ രാജ്യങ്ങളിലെ പട്ടിണി പോലങ്ങളായ മനുഷ്യരുടെ പഠനം ഇടയ്ക്കിടയ്ക്ക് വന്നു കാണിച്ച് പത്രമാധ്യമങ്ങളിലും മാധ്യമങ്ങളും ഇതര മാധ്യമങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ദാരിദ്ര്യത്തിനുള്ള വസ്തുക്കളാണ് ഇവിടെ ഉള്ളതെന്ന്. പക്ഷേ നല്ല സുഭിക്ഷത്തിലുള്ള വസ്തുക്കളാണുള്ളത്. അത് തിരിച്ചറിയുകയും എഴുത്തിലൂടെ അതിനെ അതിജീവനത്തിന് ഒരു ജനതയെ സാധ്യമാക്കുകയും ചെയ്യുന്നതിലേക്ക് രാധാമേരി ഉൾപ്പെടെയുള്ളവർ ചെയ്യണമെന്നാണ് പറയുന്ന കഥകൾ വായിച്ചത്. വാട്സാപ്പ് ഫേസ്ബുക്കിലേക്ക് വന്ന ചില ജനങ്ങളിലൂടെ മാത്രമേ ഞാൻ ഈ കഥകളെ അറിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ അതിനെ പറയാൻ അശക്തനാണ് ഞാൻ. അതുകൊണ്ട് അതിലേക്ക് ചെയ്യുന്നില്ല. കൂടുതൽ എഴുതിച്ചു വരികയും കൂടുതൽ മനുഷ്യർ ഇടം നൽകുകയും ചെയ്യുക രാധാമേരി പറഞ്ഞ് എൻ്റെ സംസാരം